ദൈവത്തിനോട് പോലും നമുക്ക് വെറുപ്പ് തോന്നിയൊരു ദിവസം അന്നത്തെ ദിവസം. ദൈവം എന്ന് പറഞ്ഞ ആളില്ല, എനിക്ക് മനസ്സിലായി. എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത്, എനിക്ക് ജീവിക്കാൻ ഒരവസരം പോലും തരുന്നില്ലല്ലോ പറഞ്ഞു. അപ്പൊ അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് ഉറക്കം വരുന്നു, ഏട്ടൻ വന്നിട്ട് വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞു. ആംബുലൻസിൽ അവനാണ് കൊണ്ടുവന്നത്. അപ്പൊ അതായിരിക്കാം ഒരു നിമിത്തം, അതങ്ങനെ ആയിരിക്കാന്ന് ഞങ്ങളെപ്പോഴും ആശ്വസിക്കും. നമ്മൾ ആശ്വസിക്കാൻ ഒരുപാട് വഴികൾ കണ്ടെത്തുകയാണല്ലോ. ഒരു കല്യാണത്തിന് വീട്ടിൽ എന്തെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും. ഇന്നും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതേപോലെ അവിടെ ഇരിക്കുക, എല്ലാം അതേപോലെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഷെൽഫിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ വിഷമിച്ചിട്ടോ കാര്യമില്ല. നമുക്ക് പ്രവർത്തിക്കുക എന്നല്ലാണ്ട് ഒന്നുമില്ലല്ലോ. ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞു, അനഘ ഇനി അധിക സമയം ഉണ്ടാവില്ല. മരണത്തെ ഭയക്കാതെ വീട്ടുകാരെ അതിലേറെ ചേർത്ത് നിർത്തി തൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ശക്തി പകർന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അനഘ, അവരുടെ മാതാപിതാക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഇത് അനിയത്തി, പേരെങ്ങനെയായിരുന്നു? അനാമിക. ചേച്ചിയുടെ പ്രമീള. കുട്ടിനാരായണൻ. ജോഷ് ടോക്കിലൊരു ടോക്ക് കണ്ടിരുന്നു. അതിലാണ് പറയുന്നത് മോള് ഭയങ്കരമായിട്ടും, അതായത് ഡോക്ടർ ക്യാൻസർ ആണ്, മരിച്ചു ബോൺമാരോ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് മരിക്കും എന്നുള്ളൊരു ഘട്ടത്തിലും നിങ്ങളെ സേഫ് ആക്കിയിട്ടാണ് ആള് പോയിരിക്കുന്നത്. ഈ വീട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ചും മോളുടെ ഫോട്ടോസാണ്. ക്യാൻസർ വന്ന സമയത്ത് മോള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്, അത് വെച്ചിട്ടാണ് മോള് തുടങ്ങിയത്. എത്ര വയസ്സായിരുന്നു? 24-ാമത്തെ വയസ്സിൽ. മോളെ കുറിച്ചൊന്ന് പറ ചേച്ചി. മോള് കല്യാണം തീരുമാനിച്ച സമയത്താണ് അസുഖം വന്നത്. നന്നായിട്ട് പഠിക്കും. MSc കംപ്ലീറ്റ് ആയി. ഓഗസ്റ്റിലാണ് എല്ലാ എക്സാമിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സെപ്റ്റംബറിൽ ആ ഒരു സമയം നമ്മൾ കല്യാണത്തിന്റെ എല്ലാ റെഡിയാകുന്ന ആ ഒരു സമയമായിരുന്നു. സെപ്റ്റംബർ 18 മുതലാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ അപ്പോഴും ഇതാണ് അസുഖം എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഇത് ഫസ്റ്റ് വരുന്നത് എന്തോ ഒരു കൊതുക് കടിച്ചത്. ആദ്യം ഒരു സെപ്റ്റംബർ 1-നാണ് അതുണ്ടായത്. 2022 സെപ്റ്റംബർ 1-നാണ് ഒരു പ്രാണി ജനലിലൂടെ വന്നിട്ട് കടിച്ചു. നമ്മൾ പറഞ്ഞു, ഞങ്ങളാരും കണ്ടില്ല, ഡൈനിങ് ഹോളിലായിരുന്നു. അപ്പം പെട്ടെന്ന് അവൾ പറഞ്ഞു എന്തോ കടിച്ചു എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഒന്നുമില്ല, പ്രാണിയൊന്നും കാണില്ല, കടിച്ച ഭാഗത്തൊരു അടയാളം ഒന്നും കണ്ടില്ല. അവൾക്കതൊരു ഫീൽ ചെയ്തു. അപ്പോൾ അന്ന് അവൾ ഇട്ട ഡ്രസ്സിൽ ഒരു ചെറിയ ലൈസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ. പിന്നീട് വേദനകളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം സെപ്റ്റംബർ 1-ന് കടിച്ച് വൈകുന്നേരം 4-4:30 ഉള്ളിലാണ്. സെപ്റ്റംബർ 3-ന് അവൾക്ക് വെഡ്ഡിങ് സാരി ഒക്കെ എടുക്കാൻ ഞങ്ങൾ തൃശ്ശൂർ ജയലക്ഷ്മി പോയിരുന്നു. കല്യാണത്തിന് അസുഖം ഡയഗ്നോസിസ് ചെയ്ത ഒരാഴ്ച മുൻപാണ് ഇത് ആ ഒരു സമയത്ത് സെപ്റ്റംബറിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിൽ ഞങ്ങൾ ഈ സെപ്റ്റംബർ 3-ന് ജയലക്ഷ്മി പോയി ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കയ്യിന് ഈ ഭാഗത്ത് ആ കടിച്ചത് 1-ാം തീയതി. പക്ഷെ അന്ന് അങ്ങനെ വീർത്ത് വന്നു, ഭയങ്കര ചൂടും ചുവപ്പ് കളറായി വന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് ജയലക്ഷ്മിനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും രാത്രിയിൽ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും ഇവിടെ ഡോക്ടറെ കാണിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ആൻറ്റിബയോട്ടിക് തന്നു. അപ്പോൾ വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്നാണ്. പക്ഷെ അത് വേഗം മാറി, വേദന മാറി. എന്നാലും ആ ഒരു കളർ ഉണ്ടായിരുന്നു, ഒരു കറുപ്പായിരുന്നു, ചുവപ്പ് പോയിട്ട് കറുപ്പ് കളർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോരയൊക്കെ കട്ടയെ നിൽക്കുന്ന ആ ഒരു ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കളർ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കേണ്ടി വന്നു. പിന്നെ അതിങ്ങനെ പതുക്കെ അലിഞ്ഞ് വരണ ആ ഒരു വേദനയൊക്കെ പോയപ്പോൾ നമുക്കത് പതുക്കെ കളർ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ അതിനിടയ്ക്ക് ഒരു ദിവസം പനിച്ചു. അത് കഴിഞ്ഞിട്ട് പനി വന്നപ്പോൾ അതേ ഹോസ്പിറ്റലിൽ കാണിച്ചു, പനി വേഗം മാറി. പിന്നെ സെപ്റ്റംബർ 18 ഞായറാഴ്ച രാവിലെ നീറ്റപ്പോഴാണ് പെട്ടെന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കഴലകൾ വന്നിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡിലും വന്നപ്പോൾ ENT ഹോസ്പിറ്റലിലാണ് കാണിച്ചു, ENT ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അവിടെ കുറച്ച് മെഡിസിൻസ് തന്നു. സെപ്റ്റംബർ 19 തിങ്കളാഴ്ച ഞാൻ അവളുടെ വെഡ്ഡിങ് കാർഡ് അടിക്കാൻ, ഇൻവിറ്റേഷൻ അടിക്കാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവളും പറഞ്ഞു ഞാനുണ്ട്, എൻ്റെ എല്ലാം മാറി എന്നാണ്. ഒരു കുഴപ്പമില്ല. അവൾ രാവിലെ നീറ്റ് വന്നപ്പോൾ എല്ലാ അസുഖങ്ങളെല്ലാം മാറി. പക്ഷേ ഈ അസുഖം മൊത്തം ഒന്നുകൊണ്ട് ഹൈഡ് ചെയ്ത പോലെ, ഈ നോട്ട്സൊക്കെ ഉള്ളിലേക്ക് പോയ പോലെ ഒന്നുമില്ല, ഒരു അടയാളം പോലും നമുക്ക് തൊട്ടാൽ ഒന്നും അറിയുന്നില്ല. വേദന ഇല്ല, പനിയിലൊന്നുമില്ല, ഒക്കെ മാറിയിട്ടുണ്ട്. അവളും എൻ്റെ കൂടെ പോകുന്നു. ഡോക്ടറൊക്കെ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ടൗണിൽ വെഡ്ഡിങ് കാർഡൊക്കെ അടിക്കാൻ കൊടുത്തു. അവൾക്ക് കല്യാണത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ, ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ റെൻറ്റിന് ഏൽപ്പിക്കുക, അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്ന് ചോറ് കൊടുത്തപ്പോൾ വേണ്ട പറഞ്ഞു. എന്തോ അവൾക്ക് ഒമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നു. അങ്ങനെ കഞ്ഞി മതിയാണ്, കഞ്ഞി കുടിച്ച് അങ്ങനെ ഒമിറ്റ് ചെയ്തു. അന്ന് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ തലേ ദിവസം കാണിച്ചതിൻ്റെ മെഡിസിൻസിൻ്റെ റിയാക്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല, അത് മെഡിസിൻസിൻ്റെ ഒന്നല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും, ഗ്യാസിൻ്റെ ഇരിക്കുന്നതാണ്. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാണി കടിച്ചിട്ടുണ്ട്, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് പ്ലേറ്റ്ലേറ്റിൻ്റെ കുറവ് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ പ്ലേറ്റ്ലേറ്റിൻ്റെ കുറവാണ്, വേറെ ഒന്നും കാണുന്നില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒന്നുകൂടെ അവിടെ തന്നെ ചെല്ലാൻ രാത്രിയിൽ 1 മണിയൊക്കെ പുലർച്ചെ ആയിട്ടുണ്ടാവും. ഇവിടെ എത്തിയപ്പോൾ 1 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്.
അപ്പം പിറ്റേ ദിവസം വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ വീണ്ടും പ്ലേറ്റ്ലേറ്റ് നോക്കുമ്പോൾ വീണ്ടും കുറഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യം 15 ആയിരുന്നു, പിന്നെ 14,000 അങ്ങനെ ഞങ്ങളുടെ വന്നു വേറെ ഹോസ്പിറ്റലിൽ, കുറച്ചും കൂടെ വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ട് പ്ലേറ്റ്ലേറ്റ് കയറ്റണം, ബ്ലഡും കുറവുണ്ട് കയറ്റണം. അങ്ങനെ രണ്ടിനുമായിട്ട് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയതാണ്. നേരെ ICUലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ അസുഖമൊന്നും അറിയുന്നില്ല. അപ്പോൾ പ്ലേറ്റ്ലേറ്റിന്റെ കുറവ് അതായത് നമ്മൾ അറിയുന്നുള്ളൂ. അങ്ങനെ പ്ലേറ്റ്ലേറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. എത്ര കയറ്റിയാലും പിറ്റേ ദിവസം കുറയും. അങ്ങനെ ICUന്ന് അവര് പറഞ്ഞു എന്താന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ വേറെ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഡെങ്കി നോക്കുന്നുണ്ട്, എലിപ്പനി ഉണ്ടോ നോക്കുക, അതൊന്നുമില്ല. എല്ലാം റിസൾട്ട് എല്ലാം നെഗറ്റീവ്, അതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 3 ദിവസം ICUയിൽ കിടന്ന് അതിന് ശേഷം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 4ാമത്തെ ദിവസം രാവിലെയാണ് അവർ ക്രിയാറ്റിൻ നോക്കുമ്പോൾ ക്രിയാറ്റിൻ 8 പോയിന്റ് സംതിങ് ആയിട്ടുണ്ട്, 9ന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ കിഡ്നി ഭയങ്കരമായിട്ട് അവൾക്ക് അപ്പോഴേക്ക് വീർത്ത് വരുന്നുണ്ട്. അവൾ നീര് ഭയങ്കരമായിട്ട് വെച്ചു. യൂറിൻ പാസ് ചെയ്തിട്ടില്ല ഇവിടുന്ന് പോയ മുതൽ 4 ദിവസമായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നില്ല. അപ്പം ഞാനത് അവിടെ നമ്മൾ ICUലായ കാരണം ഞാൻ കയറുമ്പോഴല്ലേ കാണുന്നുള്ളൂ. ഭക്ഷണമൊക്കെ ഞാൻ തന്നെ കൊടുത്തിരുന്നത്. പക്ഷെ എന്ത് വെച്ചാലും വൊമിറ്റ് ചെയ്യായിരുന്നു. ക്രിയാറ്റിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലായത് അവർ 4ാമത്തെ ദിവസം പുലർച്ചയ്ക്കുള്ള ബ്ലഡ് ടെസ്റ്റിലാണ് അവർ അറിഞ്ഞത്. അപ്പോൾ അവർ ഞങ്ങളടുത്ത് പറഞ്ഞു കിഡ്നിക്ക് എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട്, 2 കിഡ്നി ഫെയിൽ ആവാനായിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ അവളെ നെഫ്രോ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് റൂമിലേക്ക് മാറ്റി. പുലർച്ചെ 2 മണിക്ക് ഞങ്ങളടുത്തേക്ക് റൂമിലേക്ക് മാറ്റി. ആ സമയത്ത് തന്നെയാണ് ഇതെല്ലാം പുലർച്ചെ 2 മണിക്ക് മാറ്റി 4 മണിക്ക് ബ്ലഡ് ടെസ്റ്റ്. അതിൻ്റെ റിസൾട്ട് ഒരു 7 മണിയായപ്പോൾ വന്നപ്പോഴാണ് ഇവരിങ്ങനെ പറഞ്ഞത് കിഡ്നിയുടെ ചെറിയൊരു പ്രശ്നം പറഞ്ഞത്. അങ്ങനെ നെഫ്രോ ICUക്ക് മാറ്റിയ സമയത്ത് അവർ വേഗം യൂറിൻ ട്യൂബെല്ലായിട്ട് ആ സമയത്താണ് ഞങ്ങളുടെ ഒരു ബന്ധു അവളെ റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് അപ്പോൾ എൻ്റെ നാട്ടുകാരുടെ സ്റ്റാഫ് ഉണ്ട് അവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ചേച്ചി കിടത്തണ്ട, അവളെ വേറെ എവിടേക്കും കൊണ്ടുപോകാം, അതാ നല്ലത് പറഞ്ഞു ഇവിടെ. അപ്പം കിഡ്നിയുടെ ഒരു പ്രശ്നം കാരണമൊക്കെ ആയിരിക്കാം, അവൾക്ക് ഒന്നും കൂടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞാൽ അവർ ഇവരുടെ റിലേറ്റീവ്. അപ്പം അവർ എപ്പോഴും അമൃതയിൽ കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അമൃതയിൽ പോകാം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമൃതയ്ക്ക്. പക്ഷേ അപ്പോഴേക്കും അവൾക്ക് സാച്ചുറേഷൻ്റെ അളവ് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ അവൾ കോൺഷ്യസ് ആണ്, എല്ലാം അറിയുന്നൊക്കെ ഉണ്ട്. അപ്പം മറ്റുള്ള കാര്യങ്ങളെല്ലാം അവൾ അറിയുന്നുണ്ടെങ്കിലും അവൾക്ക് മാസ്ക് ഇല്ല, ഓക്സിജൻ മാസ്ക് ഇല്ലാതെ അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി. അങ്ങനെ ഞങ്ങൾ എമർജൻസി ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അമൃതയിൽ എത്തിയ വഴിക്ക് തന്നെ ഈ പ്ലേറ്റ്ലേറ്റ് 9,000 ആയിരുന്നു നോക്കിയത്. അപ്പം ഡോക്ടേഴ്സ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഡയാലിസിസ് നിർബന്ധമാണ്, പക്ഷേ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വളരെ കുറവാണ്. കാരണം കുട്ടി രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. 9,000 ആകുമ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ 2 പേരും വില്ലിങ് ആയി. കാരണം ഏത് രീതിയിൽ കിടക്കുകയാണെങ്കിലും ഇപ്പോൾ ബ്ലീഡിങ് വന്ന കോമ സ്റ്റേജിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തും സംഭവിക്കാമെന്നാണ്. ഞങ്ങൾ എന്ത് സംഭവിച്ചാലും നമുക്ക് നല്ലത്. അപ്പം ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ചെയ്തു. പുലർച്ചെ ഒരു 11 രാത്രിയിൽ ഒരു 11:30 ശേഷം ഡയാലിസിസ് കഴിഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യം റെഗുലറായിട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഒരു ആൾട്ടർനേറ്റ് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെയ്തു. അവൾ സക്സസ് ആയി. യൂറിനൊക്കെ പാസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നീരൊക്കെ കുറഞ്ഞു വന്നു. പ്ലേറ്റ്ലേറ്റിൻ്റെ അളവുകൾ കൂടാൻ തുടങ്ങി. വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്ന്, വലിയൊരു പ്രയാസത്തിൽ നിന്ന് ശരിയായി ഇങ്ങനെ റിക്കവറായി വന്നു. 19 ദിവസം ഞങ്ങൾ അഡ്മിഷൻ. പക്ഷെ അന്നേ ഡോക്ടർ പറഞ്ഞു ഇവൾക്ക് എന്തോ ഒരു അസുഖമുണ്ട്, മാരകമായ അസുഖമുണ്ട്, ഒരിക്കലും കിഡ്നി 2ഉം കൂടെ ഒരുമിച്ച് ഫെയിൽ ആവില്ല, അത് വലിയൊരു കാരണമാണ്. അങ്ങനെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരാനുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ നാട്ടിലെ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അവരതെല്ലാം കിട്ടിയതിന് ശേഷം അയച്ചപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ബോൺമാരോ ടെസ്റ്റ്, പെറ്റന്മാർ, അതൊക്കെയാണ് ഒരു ക്യാൻസർ ആണോ എന്ന് അവർക്കൊരു സംശയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒന്നും പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിലൊന്നും തരാനില്ലല്ലോ. അപ്പം അവർ പറഞ്ഞ MRI സ്കാനിൽ ഒരു വിധം പറയും, പക്ഷെ ഒന്നിനും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് അവളുടെ ട്രീറ്റ്മെൻറ്റ് വന്നപ്പോഴാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ലിസ്റ്റുകളൊക്കെ ഞങ്ങൾ കൊടുത്തത്. അപ്പോഴാണ് അവർ ENT ഹോസ്പിറ്റലിൽ ആദ്യം ഞങ്ങൾ കാണിച്ചിരുന്നത് ആ ഒരു ടാബ്ലറ്റ് സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റിറോയിഡ് കഴിച്ചപ്പം ഇവളുടെ അകത്ത് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും, വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അസുഖം നേരെ ഒന്നിച്ച് കിഡ്നിക്ക് അത് എഫക്റ്റ് ആയി. 2 കിഡ്നിക്കും വരാൻ കാരണം ആ സ്റ്റിറോയിഡാണ്. പക്ഷേ ഈ അസുഖം അകത്തുണ്ടായതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ വന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ ഈ 2 കിഡ്നി ഇങ്ങനെ വന്ന സമയം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചായിപ്പോയി. ഈ അസുഖം, ഈ സ്റ്റിറോയിഡ് കഴിക്കൽ, അപ്പോൾ ഈ അസുഖം ഹൈഡ് ചെയ്ത് പോയി, പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഡോക്ടേഴ്സ്. അപ്പോൾ അമൃതയിലെ എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾക്ക് എപ്പോഴും പറയാറ്, എന്നും പറയും, രാവിലെ ഒരു ക്ലാസ് നമുക്ക് തരും, അനഘയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പോൾ അതിലൊക്കെ അവർ പറയുന്നുണ്ട് അവർക്ക് എന്തോ ഒരു സീരിയസ് ആയിട്ടൊരു അസുഖമുണ്ട്, പക്ഷെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവളെ ഈ ശരീരത്തിൽ നിന്ന് എന്നാണ് ഈ ടാബ്ലറ്റിൻ്റെ കണ്ടന്റ് പോകുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാവുന്നു. ഞങ്ങളെല്ലാ വീക്കിലും ചെക്കപ്പിന് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നില്ല. നീരെല്ലാം കംപ്ലീറ്റ് പോയി, കുഴപ്പമില്ല. പക്ഷെ അവൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണല്ലോ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പം മാറ്റി വെക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ
ഡോക്ടേഴ്സിനോട് ചോദിച്ചു, പക്ഷേ വേറെ യാതൊരു അസുഖം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒന്ന് ശരി ചെയ്യാം. പിന്നെ ഡോക്ടർ പറഞ്ഞു കല്യാണം നടത്താം, പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ റെസ്റ്റിൽ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തു. 22-ന് ഓർണമെൻറ്റ്സ് എടുത്തു, 23-ന് ഓർണമെൻറ്റ്സ് എടുത്തു. 24 ആയപ്പോഴേക്കും ഇവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ അമൃതയ്ക്ക് വീണ്ടും പോയി. ഭയങ്കര ക്ഷീണം. പിന്നെ അതേ നോട്ട്സ് ഈ ചെവിയുടെ ബാക്കിൽ വീണ്ടും വന്നു. അന്ന് രാത്രി തന്നെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓർണമെൻറ്റ്സ് എടുക്കാൻ പോയപ്പോൾ AC ഒക്കെ കുറേ തണുപ്പടിച്ചത് കാരണം ഉള്ള ഒരു ഇതായിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അവൾക്ക് എല്ലാ കാലും കാലൊക്കെ ഭയങ്കര വേദന തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അമൃതയിലെത്തി. അവർ പറഞ്ഞു എന്തൊരു സീരിയസ് ആയ അസുഖം എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിപ്പോൾ എന്തായാലും പുറത്തേക്ക് വന്നൊരു സമയമായതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ആയിട്ട് നമുക്കൊന്നുകൂടെ ബോൺമാരോ എടുക്കണം എന്നാണ്. പക്ഷേ ഇവർ കല്യാണം ക്ഷണിക്കാൻ പോയിട്ടുണ്ട്. ഇവൾ ക്ലാസ്സിന് പോയ ആ ഒരു സമയമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു. അന്ന് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ ഉറങ്ങിയിട്ടില്ല. എല്ലാ ജോയിൻറ്റുകളിലും ഭയങ്കര വേദനയായിരുന്നു. അന്ന് അവൾ ചോദിച്ചു, ഡോക്ടർക്ക് ചോദിച്ചു, പിന്നെ അന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞപ്പോൾ നീരജ് ഡോക്ടറായിരുന്നു. ഡോക്ടർ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണോ ചോദിച്ചു. കാരണം WBCയുടെ അളവുകൾ കണ്ടു നോക്കുമ്പോൾ ഓരോ വീക്കിലും നോക്കുമ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അന്ന് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അവൾ ചോദിച്ചു എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണോ ചോദിച്ചു. ഡോക്ടർ കുട്ടി സുവോളജി ആയിരുന്നു പഠിച്ചത്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ആവണമെന്നില്ല, കൗണ്ട് പല തരത്തിലും കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് വൈറ്റ് ബ്ലഡ് സെല്ല് എന്ന് പല റീസൺ കൊണ്ട് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട അനഘ, എന്തായാലും ആവാതിരിക്കട്ടെ, എന്തായാലും നാളെ രാവിലത്തെ നമുക്ക് ബോൺമാരോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ രാത്രി ഇങ്ങോട്ട് പോന്ന്. പുലർച്ചെ 3 മണിക്ക്. അന്ന് തീരെ വയ്യായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ അവൾ അന്ന് വിചാരിച്ചത് ഒരുപാട് മൂവി കാണുമ്പോഴൊക്കെ അതിലൊക്കെ ബ്ലഡ് ക്യാൻസറിന് പല സിഗ്നലായിട്ട് കാണുന്നു, മൂക്കിൽ ബ്ലഡ് വരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നീട് ദിവസം പറഞ്ഞത് ഞാൻ അതൊക്കെ ചിന്തിച്ചു, അങ്ങനെ എനിക്കില്ലല്ലോ, അപ്പോൾ പിന്നെ ക്യാൻസർ ആവില്ല എന്നുള്ള തോന്നൽ അവൾക്ക് വന്നു. തിരിച്ച് ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു 3 മണിക്ക് പോയി. 6 മണിയായപ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തി. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ബോൺമാരോ എടുത്ത്, ബ്ലഡ് ടെസ്റ്റും ബോൺമാരോ ഒക്കെ എടുത്തു. ആ ഒരു ബോൺമാരോ ടെസ്റ്റിൽ വൈകുന്നേരം ആയപ്പോഴേക്കും റിസൾട്ട് ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഷോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളതെങ്ങനെ പറയും എന്നുള്ളൊരു, അവനാണെങ്കിൽ അവിടുന്ന് ട്രെയിൻ കയറി കല്യാണത്തിനുള്ള ലീവിന് വരികയാണ്. അപ്പോൾ അവിടുന്ന് കയറുന്ന സമയം അവനോട് നമുക്ക് പറയാമല്ലോ, അവൻ ട്രെയിനിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്, ആരുമില്ല, ഫ്രണ്ട്സ് പോലും ഇല്ല, ഓനൊറ്റയ്ക്കല്ലേ. അപ്പം നമുക്കത് പറയാനൊരു പ്രയാസമുണ്ട്. ഞങ്ങളിവിടെ ഈ ഒരു അവസ്ഥയിലും. അന്ന് രാത്രി അവളടുത്ത് പറഞ്ഞു വയ്ക്കുക, അവൾ പറഞ്ഞു കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. അവൾ അത് ഉള്ളിൽ വിഷമവും വേദനകളൊക്കെ ഉണ്ടെങ്കിലും പുറത്തത് കാണിച്ചില്ല. ചേച്ചിയുടെ ഒരു സംസാരത്തില് അതിൽ പറയുന്നുണ്ട് ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. അവള് പറയില്ല, കരഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ക്യാൻസർ ആവരുതെന്ന് ഞങ്ങൾ ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. തലേദിവസം ഇവിടെ ചോദ്യം ചോദിച്ച് ഡോക്ടർ ഞങ്ങളെ മാറ്റി നിർത്തി പറഞ്ഞു ആവാൻ 99% ആവാൻ സാധ്യതയുണ്ട്, ആവാതിരിക്കട്ടെ. എന്നാലും അനഘ ചോദിച്ചത് സത്യമായൊരു കാര്യമാണ്, ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് തെളിയിക്കാൻ നമുക്ക് ബോൺമാരോ ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതാവരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അതെന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ അന്ന് രാത്രിയിൽ അവള് ഒരു 8:30 ആയപ്പോഴേക്ക് അവൻ വിളിക്കുന്നുണ്ട്, ട്രെയിൻ കയറിയിട്ട് വിളിക്കുന്നുണ്ട്. അവന് റേഞ്ചില്ലാത്ത ആ ഒരു സ്ഥലങ്ങളൊക്കെ അതിനിടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ അവൾ പറയും അവനോട്, ഏട്ടനോട് പറയണ്ട കേട്ടോ, കാരണം ഒറ്റപ്പെട്ട അവസ്ഥയല്ലേ, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറയാമെന്നില്ല. രാവിലെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പെട്ടെന്ന് അവൾ വൊമിറ്റ് ചെയ്തു, തലകറങ്ങി വീഴാൻ പോയി. അപ്പോഴേക്ക് ഡോക്ടർ നേരെ ICU കയറ്റി. ആ സമയത്ത് ICU ഡോക്ടർ പറഞ്ഞു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, കൗണ്ട് എല്ലാം ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് ആ ഒരു സമയം. അപ്പം നമുക്ക് കീമോ ചെയ്യാൻ പോലും അനഘ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു. പക്ഷെ അവളെ ഒട്ടും അബോധാവസ്ഥയ്ക്ക് പോയിട്ടില്ല. എല്ലാ ചുറ്റുപാടൊക്കെ അവൾ അറിയുന്നുണ്ട്. ICU ഞാൻ കയറുമ്പോഴും അവൾ എൻ്റെ അടുത്ത് ചോദിക്കും എനിക്ക് എത്ര ഉണ്ട് അമ്മ അസുഖം, മാറില്ലേന്ന് ചോദിക്കും. ഇത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അവളുടെ അടുത്തൊന്ന് കയറുമ്പോൾ തുടക്കമായിട്ടുള്ളൂ, സ്റ്റാർട്ടിങ് ആണ്, മാറും, മരുന്ന് കഴിച്ചാൽ മാറാവുന്ന ഒരു അസുഖം നിനക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കിട്ടിയാൽ തന്നെ ട്രീറ്റ്മെൻറ്റിനായാലും ബാധിക്കും, നല്ലൊരു റിസൾട്ട് കിട്ടുമല്ലോ. അങ്ങനെ ഡോക്ടർ ഒന്ന് പറയണമെന്ന്. അപ്പോൾ ഡോക്ടർ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ നല്ല കമ്പനിയാണ് അവളുടെ അടുത്ത്. അന്ന് മുതൽ ശരിക്കും ഓൺകോളജിയിൽ നമ്മൾ അപ്പം എത്തിയിട്ടേ ഉള്ളൂ, അന്ന് മുതൽ പരിചയപ്പെട്ടിട്ടുള്ളൂ ഹെമറ്റോളജിയിൽ നീരജ് ഡോക്ടറെ. പക്ഷേ ഡോക്ടർ നന്നായിട്ട് ഉള്ളു തുറന്ന് അവളുടെ അടുത്ത് സംസാരിച്ച് അപ്പോൾ അവൾ പറഞ്ഞു ശരിയാണ്, എല്ലാം മാറും എന്നുള്ള ഒരു തോന്നൽ അവൾക്ക് ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അവളെ സമാധാനിപ്പിക്കുമ്പോൾ അവൾക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ പെട്ടെന്ന് പിന്നെ അവൻ അപ്പോഴേക്ക് വന്നു, നേരെ നമ്മുടെ അടുത്തേക്ക് വന്നു. അവനെ കണ്ടതും എല്ലാം കൂടെ ആയിട്ടാണ് തോന്നുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കൗൺസ് എല്ലാം ശരിയായി. പിന്നെ ഡോക്ടറിനെ പറഞ്ഞു എന്തൊരു മിറാക്കിൾ പോലെ തന്നെയാണ്, ഇത്രത്തോളം പെട്ടെന്ന് ശരിയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്രയും ശരിയായി. പിന്നെ ഞങ്ങൾ 12 ദിവസത്തിന് ശേഷം ICUന്ന് ഷിഫ്റ്റായി, നേരെ വാർഡിലേക്ക് ഷിഫ്റ്റായി. പിന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഐസൊലേഷനിലേക്ക് മാറാം, കാരണം ഒന്നും കൂടെ പ്രൈവറ്റ്, അവൾക്ക് ഇൻഫെക്ഷൻ ഒന്നും പാടില്ല, കാരണം 96% ബാധിച്ചിട്ടുണ്ടായിരുന്നു. നവംബർ 5 കല്യാണം, നവംബർ 3 കീമോ ഡേറ്റ് പറഞ്ഞു. കീമോ ചെയ്യാൻ എല്ലാം റെഡി ആയപ്പോഴേക്കും ഇവർക്ക് ടെമ്പറേച്ചർ കൂടി വരികയായിരുന്നു. 101 എത്തിയപ്പോൾ ഡോക്ടർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ കുറയട്ടെ പറഞ്ഞു.
പക്ഷെ ആ ടെമ്പറേച്ചർ കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ ശരീരത്തിൽ ആ പനി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ പിന്നെ കീമോ ചെയ്തു. പക്ഷെ കീമോയും പനിയും തമ്മിൽ അപ്പം പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ പനി പിന്നെ പിറ്റേ ദിവസം കുറയും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് കീമോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ കീമോ അങ്ങനെ ചെയ്ത് ഫസ്റ്റ് കീമോ തന്നെ മുടി കംപ്ലീറ്റ് പോകാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. കാരണം അവളപ്പോഴേ പറഞ്ഞത് മുടി പോകണം. അവൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. എനിക്ക് മുടി പോരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു കോൺട്രാസ്റ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിന് കൊണ്ടുപോകാൻ നേരത്ത് മുടി നമ്മൾ അവളെ കുളിപ്പിക്കാൻ കഴിഞ്ഞിട്ട് കഴുകി ഉണക്കുമ്പോൾ പെട്ടെന്നൊരു കട്ടയായിപ്പോയി. കട്ടയായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വേഗം അവിടുത്തെ സിസ്റ്ററെ വിളിച്ചു, സൂപ്പർവൈസറെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പം അവിടെ നിന്ന് കട്ട് ചെയ്താൽ മതി, എന്താണെന്ന് അറിയില്ല, കുറച്ച് പെട്ടെന്നൊരു കട്ടയായിപ്പോയി. പിന്നെ അങ്ങനെ നമ്മൾ തൊടുമ്പോൾ അങ്ങനെ പറഞ്ഞാണ് കൊഴിഞ്ഞു പോവുകയല്ല ചെയ്തത്, പറഞ്ഞു തോന്നുന്നു. അപ്പോൾ അവിടെ അയ്യോ കീമോ എന്തായാലും എഫക്റ്റീവായി. അതാണ് അവളെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. പോസിറ്റീവായിട്ട് എടുത്തത്, ഒരിക്കലും അറിയാം. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം. കാരണം നമ്മൾ ചെറുപ്പത്തിലെ ചീകി ഉണക്കിയ ആ ഒരു മുടിയല്ലേ പെട്ടെന്നൊരു കയ്യിൽ പോലും അറിയുമ്പോൾ ഭയങ്കര പ്രയാസമല്ലേ. അങ്ങനെ അവളിൻ്റെ അടുത്ത് അപ്പോഴതാ പറഞ്ഞത്, കീമോ എനിക്ക് എന്തായാലും എഫക്റ്റീവായി, ഇനിയിപ്പോൾ എന്തായാലും പേടിക്കാനില്ല, മെഡിസിൻസിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പം കംപ്ലീറ്റ് അങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കണ ഇതിലിങ്ങനെ മുടി നിന്നിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങനെ 4 സൈക്കിള് കഴിഞ്ഞു. ഞങ്ങൾ വാർഡിലേക്ക് അതിനിടയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റിൽ 63 ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വരുന്നത്. 4 ദിവസം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. 4ാമത്തെ ദിവസം വീണ്ടും അടുത്ത സൈക്കിളിൽ. പക്ഷെ അവൾക്ക് സ്ട്രോങ് മെഡിസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സെൽസിനെ ബാധിച്ചതല്ലേ, ഭയങ്കര സ്ട്രോങ് മെഡിസിൻ ആയിരുന്നു. അപ്പോൾ ഈ സ്ട്രോങ് മെഡിസിൻ ആയ കാരണം നമുക്ക് ഓരോ കീമോ കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ ആകുമ്പോഴേക്കും അതിനിടയ്ക്ക് നമുക്ക് അത്ര ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല. കാരണം പിന്നെ നമുക്ക് എല്ലാം തെറ്റിപ്പോവല്ലേ, കീമോയുടെ ആ ഒരു ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോവും. അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വീട്ടിൽ വന്നാലും നമ്മൾ അത്രയും കെയർ ചെയ്യണം. കീമോക്ക് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അഡ്മിറ്റ് ആവും, ഡിസ്ചാർജ് ആവും, ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് T-സെല്ലിന് ALL എന്ന് പറയുന്ന അസുഖമാണ്. ആ അസുഖത്തിന് നമുക്ക് ട്രാൻസ്പ്ലാന്റ് അല്ലാണ്ട് വേറെ ഒന്നും ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം അസുഖം നമ്മൾ എത്ര കീമോ ചെയ്താലും മാറി മാറി ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ വരും. പക്ഷേ ഈ അസുഖം വീണ്ടും വീണ്ടും വരും എന്നുള്ളത് ഷുവറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് മുന്നിൽ നമ്മൾ എപ്പോഴും കണ്ടിരിക്കണം, അത് മാത്രമേ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് ഡോക്ടർ ഞങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ സെല്ലെല്ലാം പോയി ഒരു 2 മാസത്തെങ്കിലും നമുക്ക് വരില്ല എന്ന് ഷുവറാണെങ്കിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവർക്ക് ഡിസംബർ ആയപ്പോഴേക്ക് കംപ്ലീറ്റ് എല്ലാതും കഴിഞ്ഞു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന 8 സൈക്കിളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 സൈക്കിള് കീമോ കഴിഞ്ഞു. ഒരു ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു, ഒന്നുകൂടെ ചെയ്തു. അതിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കിയിട്ടാണ് ട്രാൻസ്പ്ലാന്റ് തീരുമാനിക്കുക പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് അവൾക്ക് ക്യാൻസർ സെൽസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ടായിരുന്നു, ബോഡിയിൽ പിന്നെ ഇല്ല, കുഴപ്പമില്ല. പക്ഷെ അത് വീണ്ടും ഗ്രോത്ത് ആവുന്നുള്ളത് ഡോക്ടർക്ക് അറിയാം. പക്ഷെ ആ സമയത്ത് ക്യാൻസർ സെല്ലെല്ലാം റിമൂവ് ആയിട്ടുണ്ട്, ചെയ്ത ട്രീറ്റ്മെൻ്റ് എല്ലാം സക്സസ് ആയിട്ടുണ്ട്, ഇനി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ അങ്ങനെ ഞങ്ങൾ ഡിസംബർ 28-നാണ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നു. ജനുവരി 2-ന് വീണ്ടും അഡ്മിറ്റ് ആവണം. അപ്പോൾ ജനുവരി 1-ന് ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങൾ ചെയ്ത് 2-ാം തീയതി വീണ്ടും അഡ്മിറ്റായി. അപ്പോഴാണ് ഈ ബോൺ മാരോയുടെ റിസൾട്ട് വന്ന് ഡോക്ടർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് നിർബന്ധമാണ്, കാരണം ഇപ്പോൾ സെൽസ് എല്ലാം ഇപ്പോൾ നല്ലൊരു ടൈമാണ് ചെയ്യാൻ, നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 50 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 50 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വലിയൊരു പിന്നെ പറഞ്ഞു വീട് വിൽക്കാൻ, അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് എത്ര പ്രോപ്പർട്ടി വിറ്റാലും 50 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണല്ലോ, അത് എത്തിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ലേ, അത് കുഴപ്പമില്ല, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, വീട് വിൽക്കാന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു വീട് വിറ്റിട്ട് എന്നെ ചികിത്സിക്കേണ്ട, കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്കും ജീവിക്കാനുള്ളതാണ്, അപ്പോൾ വീട് വിൽക്കരുത് ഒരിക്കലും, അങ്ങനെ എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടെന്നുള്ളത് പറഞ്ഞു. പ്രാക്ടിക്കൽ ആയിരുന്നല്ലേ? അതെ, കറക്റ്റ്. അതാണ് അവള് ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, അവള് ചിന്തിക്കുക, അങ്ങനത്തെ ഒരു ആളാണ്. അങ്ങനെ പിന്നെ ഇവര് എന്താ ചെയ്യേണ്ടതെന്നുള്ള അന്ന് തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവര് ഒരു ഫ്രണ്ടിനെ അവർ വിളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നമ്മൾ നാട്ടിൽ കുറച്ച് പേര് സംസാരിക്കട്ടെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്താണ് ഇവളുടെ റിസൾട്ട് വന്നത്. എക്സാം കംപ്ലീറ്റ് ആയിട്ടാണ്, MSc കംപ്ലീറ്റ് ആയ സമയത്ത് തുടക്കം. ആ സമയത്ത് റിസൾട്ട് വന്നു. MScക്ക് 5ാമത്തെ റാങ്കാണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം ഞങ്ങൾ കീമോ വാർഡിലാണ്. അവിടുത്തെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സാണ് നമുക്ക് അവളുടെ ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് അവരെന്നെ കേക്ക് വാങ്ങിക്കുന്നു, കട്ട് ചെയ്തു. പക്ഷെ ഇവക്കതൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവക്ക് പറ്റാവുന്ന ഫുഡ് അവർ വാങ്ങിക്കൊടുക്കും. ഭയങ്കര നല്ല സ്നേഹത്തോടെ, അത്രയും സ്നേഹത്തോടുള്ള കാര്യങ്ങളായിരുന്നു അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവിടുത്തെ സ്റ്റാഫായാലും ഡോക്ടേഴ്സ് എല്ലാം നമ്മുടെ കൂടെ, അവളുടെ എല്ലാ ആഘോഷങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരൊക്കെ നമ്മുടെ പങ്കാളികളായിരുന്നു. എല്ലാ പേഷ്യൻസ് വരെ നമ്മുടെ വെബ്സൈറ്റിൽ വരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്ത് വെക്കും. ഭയങ്കര ഒരു പങ്കാളിത്തമാണ് അവിടെ, അവരെന്നെ എല്ലാം ചെയ്യുക. അങ്ങനെ ആ ഒരു റിസൾട്ട് വരലും. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, കുറേ പ്രവർത്തകർ, അവർ സന്നദ്ധ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, അപ്പോൾ അവരൊക്കെ കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച്
അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അവിടെ എന്തായാലും അങ്ങനെ നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ള തീരുമാനം എടുത്ത് അവരുടെ ഫണ്ട് കളക്ഷൻ്റെ കാര്യങ്ങൾ തുടങ്ങി. അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നും നമ്മുടെ മുന്നിൽ വേറൊരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടായി. ഞങ്ങൾ അതിനിടയ്ക്ക് ഡിസ്ചാർജ് ആവുന്നുണ്ട്, തിരിച്ച് വീണ്ടും അഡ്മിറ്റ് ആവുന്നുണ്ട്. നമ്മുടെ കീമോ പ്രോസസ്സ് കുറച്ചും കൂടെ ചെയ്യണം നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് 4 സൈക്കിളും ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ വലിയൊരിത് വന്ന് അവൾക്ക് ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ഡോണറെ കിട്ടണം. അത് വലിയൊരു പ്രശ്നമായിരുന്നു. ഡോണറെ അവർ വേൾഡ് വൈഡ് വെബായിട്ട് അവിടെ അമൃതയിൽ തന്നെ നോക്കും. ധാത്രി ഏജൻസീസാണ് അവർ നോക്കുന്നത്. പക്ഷെ അതിലൊന്നും ഇവളുടെ HLA ടെസ്റ്റിൽ മാച്ചായി കിട്ടിയില്ല. അപ്പോൾ കിട്ടിയില്ല എന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞത് സിബ്ലിങ്സ് അല്ലാണ്ട് ഇനി വേറൊരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെ ഇവളെയാണ് നമുക്ക് ചൂസ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ ഇവളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. വലിയൊരു ടെസ്റ്റ് HLA ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് അയച്ചിട്ട് മാച്ചിങ് വരണം. പക്ഷെ ഇവളത് ഹാഫ് മാച്ച് ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞത് പുറത്തുനിന്ന് വേറൊരാൾ ഹാഫ് മാച്ച് കിട്ടുന്നതിൽ നല്ലത് സിബ്ലിങ്സ് തന്നെയാണ് ഏറ്റവും ബെറ്റർ നല്ലത്. അങ്ങനെ ഇവളെ തന്നെ ചൂസ് ചെയ്തു. പിന്നെ ഇവൾക്ക് അസുഖങ്ങൾ വരാതെ അത്രയും നോക്കണം. ഇവൾക്ക് ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും അവൾക്ക് 18 വയസ്സായിട്ടില്ല. അപ്പം ആ ഒരു കാര്യങ്ങൾ ഇവളെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവളന്ന് എൻ്റെ വീട്ടിൽ അവിടെയായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യങ്ങളുണ്ടാവും. ഇവൾക്ക് ഒരുപാട് ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ പ്രോസസ്സെല്ലാം നടന്നുകൊണ്ടിരുന്നു. മാർച്ച് ആയപ്പോഴേക്ക് കംപ്ലീറ്റ് പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ആയി, എല്ലാം സക്സസ് ആയിരുന്നു. അനഘയുടെ ഭാഗത്ത് നിന്ന് ബോഡി പാർട്സിന് ഓരോ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് നമ്മൾ ഫിറ്റ്നസ് എടുക്കാനുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ മാർച്ച് 16-നാണ് നമുക്ക് BMT യൂണിറ്റിലേക്ക് അഡ്മിറ്റ് ആവണം. മാർച്ച് 16-നാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാർച്ച് 16-ന് ഞങ്ങൾ അഡ്മിഷനായി, BMTക്ക് അഡ്മിഷനായി. BMT കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തേക്ക് യാതൊരു പ്രവേശനവും ഇല്ല. ഞാൻ അവളും കൂടിയാണ് അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അവർ തരുന്ന ഡ്രസ്സ്, അവർ തരുന്ന ഫുഡ്, അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഒട്ടും ഇറങ്ങാൻ പാടില്ല. അത് കംപ്ലീറ്റ് ആയി ഒരു മാസമെങ്കിലും നിൽക്കുക, അവളുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ അതിനകത്ത് നിൽക്കണം. അങ്ങനെയാണ് പുറത്ത് ഇവരിരുന്നു. പിന്നെ ഇവളെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് 31-ന് ഡേറ്റ് പറഞ്ഞതാണ്. 31-ന്റെ മുൻപ് ഒരു 5 ദിവസം മുന്നേ ഇവളെ അഡ്മിറ്റ് ആക്കണം. ഇവൾക്കൊരു ഇഞ്ചക്ഷൻ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട്, അനഘയ്ക്ക് കൊടുക്കാനുള്ള സെൽസും കൂടി ഇവളുടെ ശരീരത്തിലുണ്ടാവും, ഉൽപ്പാദിപ്പിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ടായിരുന്നു, അത് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ഇവളും അച്ഛനും പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു ഇവളെ കെയർ ചെയ്യാൻ. അങ്ങനെ 31-ന് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് കാല് വഴി ഉള്ളത് ബ്ലഡ്, കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് വെയിൻ ഉണ്ടായിരുന്നു, കയ്യിൽ വെയിൻ കിട്ടാത്ത കാരണം പിന്നെ കാല് വഴി അങ്ങനെ ചെയ്തു. 4 മണിക്കൂർ പ്രോസസ്സ് ചെയ്യുന്നു. ആ സമയത്ത് കംപ്ലീറ്റ് ആക്കി. പിന്നെ രാത്രിയിൽ നമുക്ക് സെൽസ് എടുത്തു കഴിഞ്ഞാലും അതിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അനഘയുടെ അപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഹെവി ആയിട്ടുള്ള ഡോസിൽ കീമോ കൊടുക്കും. റേഡിയേഷൻ 5 ചെയ്തിട്ടുണ്ടായിരുന്നു. കീമോ കൊടുത്തു. കംപ്ലീറ്റ് അവള് 0 കൗണ്ടിൽ നിർത്തും. ആ സമയത്ത് എല്ലാം ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അനഘയ്ക്ക് എന്ത് സംഭവിക്കും? കാരണം നമ്മളെല്ലാം ഡെഡായി കിടക്കുക എന്നുള്ള രീതിയിലാണ് കൗണ്ട്സ് എല്ലാം കിടക്കുന്നത്. വലിയ റിസ്ക് ആണ്. ആ സമയത്ത് ടെമ്പറേച്ചർ, BP ഒന്നും കൂടാൻ പാടില്ല, BP ലോ ആവാനും പാടില്ല. അപ്പൊ ഇവള് ഹാപ്പി ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് സ്റ്റാർട്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ട് ഡോക്ടേഴ്സ് അവളെ ചുറ്റിലും നിന്നിട്ട് അവളുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് അവളെ സ്റ്റേബിളാക്കി നിർത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഒരു 9:40 ആയപ്പോൾ തുടങ്ങി. ആ സമയത്ത് 40 മിനിറ്റിൻ്റെ പ്രോസസ്സ് ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സ് ചുറ്റിലും ഉണ്ടായിരുന്നു, സിസ്റ്റർമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ട് സംസാരിച്ച് BP ഒട്ടും കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്ത സമയത്ത് കുഴപ്പമില്ല. പിന്നീട് അതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ പിറ്റേ ദിവസം മുതൽ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങും. അങ്ങനെ ഒരു 1 വീക്കൊക്കെ ആയപ്പോഴേക്ക് അവൾക്ക് ഭയങ്കര തൊണ്ട മുതൽ ഭയങ്കര മുറിയോ, ആകെ പൊട്ടി തുള്ളി വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ആരും അവിടെ വെള്ളം കുടിക്കാറൊന്നുമില്ല. ട്യൂബ് ഇട്ടിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാറ്. പക്ഷേ ഇവൾ അതുപോലും എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കും. ഡോക്ടേഴ്സ് അവിടെയും കൂടി അതിശയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് പറയുന്നത് ഡൈജസ്റ്റ് നടക്കാതെയും നമ്മൾ ട്യൂബ് ഇട്ട് നിർത്തിക്കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്, എൻ്റെ ഹെൽത്തിനെ ബാധിക്കും, പിന്നീടും എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഓവർകം ചെയ്ത് വരണ്ടേ. അവൾക്ക് ഫ്യൂച്ചറാണ് മുന്നിൽ. ചെറിയ പെയിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. എനിക്കെൻ്റെ ഹെൽത്ത്, അത് അത്രയും ഹെവി ഡോസുള്ള മെഡിസിൻസ് കയറ്റുമ്പോൾ എന്തായാലും ഹെൽത്ത് വേണമല്ലോ. ആ ഒരു രീതിയിൽ അവള് എങ്ങനെയെങ്കിലും ഫുഡ് ഇങ്ങനെ വായിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന അവളിങ്ങനെ ഇവിടെ ഒന്നും തൊടാതെ ഉള്ളിലേക്ക് ഇറക്കി വെള്ളം എങ്ങനെയെങ്കിലൊക്കെ ഒഴിച്ച് അങ്ങനെ ഇറക്കി വിട്ടായിരുന്നു. ഡോക്ടർ വരെ അതിശയിച്ചിരുന്നു അവളുടെ ഫുഡിന്റെ കാര്യങ്ങളായാലും എങ്ങനെയെങ്കിലും അവള് കഴിക്കും, മെഡിസിൻസ് കഴിക്കാനുള്ളതാണെന്നുള്ള രീതിയിൽ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അതെല്ലാം. പക്ഷെ അവള് സാധാരണ ഒരു മാസമൊക്കെ അവിടെ അഡ്മിറ്റ് ആവുമ്പോൾ ഇവള് 16 ദിവസം ആയപ്പോഴേക്കും അവൾ ഒരുവിധം ഓക്കെ ആയി. ഞങ്ങളെ പുറത്തേക്ക് റൂമിലേക്ക് മാറ്റി. അതും കഴിഞ്ഞ് ടോട്ടൽ 1 മാസം അഡ്മിറ്റ് ആയി. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ വീടെടുത്ത് താമസിച്ചു. പിന്നെ എപ്പോഴും 1-2 ദിവസങ്ങളിൽ ആൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അവിടെ ചെക്കപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജൂലൈ 31-ന്, മാർച്ച് 31-ന് ഇത് കഴിഞ്ഞു. ജൂലൈ 31-ന്
ഞങ്ങൾ അവിടെ നിന്ന് താമസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരാം. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അനഘ ട്രാവൽ ചെയ്യാനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, ഇനി ആഴ്ചകളിൽ ചെക്കപ്പ് ചെയ്താൽ മതി, വീട്ടിലേക്ക് പോകണേ പൊക്കോട്, നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ ഒന്നും ആവാതെ വിസിറ്റേഴ്സിനൊന്നും അലൗഡ് ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണമൊക്കെ നന്നായിട്ട് തന്നെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. പക്ഷെ അന്നൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാമതൊരു അസുഖത്തിന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മളത് പ്രതീക്ഷിച്ചിരിക്കണം. ഉള്ള അസുഖം അങ്ങനത്തെ ഒരു അസുഖമാണ്, വരാൻ സാധ്യതയുള്ള അസുഖമാണ്, കംപ്ലീറ്റ്ലി മാറുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു 30% വരെ തന്നെ നമ്മുടെ മുന്നിൽ ഒരു സാധ്യത ഉള്ളൂ വിജയിക്കുന്നുള്ളത്, നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അസുഖമാണെന്ന് പറഞ്ഞത്. നമ്മൾ പിന്നെ വരില്ല എന്നുള്ളൊരു തീരുമാനം നമ്മളെ ഉള്ളിൽ എഴുതപ്പെട്ട ഒരു രീതിയിലാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി വരില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഒരു ഒക്ടോബർ 24 നമുക്ക് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ വന്നു. അതിനിടയ്ക്കൊക്കെ ഞങ്ങൾ എല്ലാ വീക്കിലും ഡോക്ടറെ കാണിക്കുന്നുണ്ട്, വരുന്നുണ്ട്, എല്ലാം നമ്മൾ പതിവ് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. അവള് കുഴപ്പമില്ലാത്ത, നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് വീടിനകത്തും അവള് PSC പ്രിപ്പയർ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ടൈമിലാണോ ആള് യൂട്യൂബ് ആ ടൈമിൽ തുടങ്ങിയിട്ടില്ല. ആ ടൈമിലും തുടങ്ങിയിട്ടില്ല. രണ്ടാമത് അസുഖം വന്നു. അപ്പൊ ഒക്ടോബർ 24 ഇവൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു, അസുഖം വന്നു. അസുഖത്തിന്റെ ആണെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ശരീരം ഭയങ്കര വേദന തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 25 രാവിലെ ഹോസ്പിറ്റലിൽ എത്തി, ബ്ലഡ് ടെസ്റ്റ് എടുത്തു, റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഇവൾക്ക് ഈ ഒരു ക്യാൻസർ സെൽസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ശരിക്കും നമ്മൾ ദൈവത്തിനോട് പോലും നമുക്ക് വെറുപ്പ് തോന്നിയൊരു ദിവസം അന്നത്തെ ദിവസമാണ്. നമുക്ക് വീണ്ടും ആ ഒരു അസുഖം ഓരോ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി വരരുത്, അങ്ങനെ ആവരുത്, ഇങ്ങനെ. പക്ഷെ എന്താണോ പ്രാർത്ഥിക്കുന്നത് എല്ലാം ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു സമയത്ത് അന്ന് ഭയങ്കരമായിട്ട് അവൾ തന്നെ, പക്ഷെ കരഞ്ഞതൊന്നുമില്ല. അവളെ കണ്ണിൽ എനിക്കറിയാം അവൾക്ക് വിഷമം ഉള്ളിൽ ഒതുക്കുകയാണ്, അവളെ ധൈര്യത്തോടെ നിൽക്കുകയാണ്, അതൊക്കെ നമുക്കറിയാം. നല്ല വിഷമത്തിലാണ്, പക്ഷെ അവൾ കാണിക്കില്ല, പുറത്ത് കാണിക്കില്ല. ഞാനും നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിട്ടോ കാര്യമില്ല, നമുക്ക് പ്രവർത്തിക്കുക എന്നല്ലാണ്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ അവളുടെ മനസ്സിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. പക്ഷെ അവിടെ റൂമിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അവിടെ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടേക്ക് മാറി. അന്ന് രാത്രി അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ചെന്ന് എടുത്ത് പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞ ആളില്ല, എനിക്ക് മനസ്സിലായി, എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ ശിക്ഷിക്കണത്, എനിക്ക് ജീവിക്കാൻ ഒരവസരം പോലും തരുന്നില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇനിയും നമുക്ക് ദൈവത്തിന് മറികടക്കാം, അതിലെല്ലാം അപ്പുറത്തൊന്നും നമുക്ക് ധൈര്യം ഉണ്ടല്ലോ നമ്മുടെ കൂടെ, ധൈര്യമായിട്ട് നമുക്ക് പോകാം. പിറ്റേ ദിവസം മുതൽ അവൾ വീണ്ടും പഴയതിൽ വളരെ മോശം, പെട്ടെന്ന് സെൽസ് കൂടാൻ തുടങ്ങി, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ സെൽസ് കൂടാൻ തുടങ്ങി, അവളുടെ ബോഡി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, ക്ഷീണം വന്നു. ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞു, അനഘ ഇനി അധിക സമയം ഉണ്ടാവില്ല, നമ്മളുടെ മുന്നിൽ അങ്ങനത്തെ ഒരു അസുഖമാണ്, രണ്ടാമത് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി ഒരു രക്ഷയില്ല, മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും മിറാക്കൾ സംഭവിച്ചു. പക്ഷേ അനഘ ഇനി അധിക കാലം, മാക്സിമം ഒരു 2 months, അതിൽ കൂടുതൽ അനഘ നമ്മുടെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. അത് അവളോട് ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും ആഗ്രഹങ്ങളെ നടത്തുക. ഡോക്ടർ അവളടുത്ത് പറഞ്ഞപ്പോഴും അവൾ ഡോക്ടറോട് പറഞ്ഞു, ഇനി ഞാൻ ജീവിക്കാൻ പോവുകയാണ്, ഇനി ഞാൻ മരണത്തിന് എന്തായാലും വിട്ടുകൊടുക്കില്ല, ഇനിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആ ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലും ഭയങ്കര പ്രയാസമായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പോലും ഒക്കെ പറ്റിയിരുന്നില്ല, ഭയങ്കര വേദനിച്ച് കിടക്കുക, വിരലുകളൊക്കെ മരവിച്ചൊരവസ്ഥ. ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് തീരെ ഭയങ്കര ബുദ്ധിമുട്ട്, കിടക്കാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് പ്രയാസമായിരുന്നു. അങ്ങനെ ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും, നവംബർ 24 അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. നവംബർ 24 അവളൊരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവൾക്ക് അവളുടെ നാളിനേക്കാൾ ആഘോഷം അവളുടെ ബർത്ത്ഡേ ആണ്, ഭയങ്കര ആഘോഷമാണ്. ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഫ്രണ്ട്സിനൊക്കെ വിളിക്കും, അവരടുത്തൊക്കെ വിഷ് ചെയ്യാൻ അവൾ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു സെലിബ്രേഷൻ അവൾക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവളുടെ തീരെ വയ്യാത്തൊരവസ്ഥയും കൂടിയാണല്ലോ, നമുക്കാണെങ്കിൽ അസുഖം രണ്ടാമത് വന്നിട്ടുള്ള ആ ഒരു വേദനകൾ, വിഷമങ്ങൾ എല്ലാം കൂടിയാണ്. അപ്പം ഞങ്ങൾക്ക് 25-ന് ഡോക്ടറെ അവിടെ കാണിക്കേണ്ട ദിവസം, 24-ന് അവൾ പറഞ്ഞു എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കണം, മറൈൻ ഡ്രൈവിൽ ആഘോഷിക്കണം എന്ന്. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി. അന്ന് അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന അവന് മഹാരാജാസിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എറണാകുളം മഹാരാജാസിൽ. അവൻ 15 ദിവസത്തെ ലീവിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവന് ഇങ്ങോട്ടൊന്നും വരാനുള്ള ഒരു ടൈമില്ല. ഞങ്ങൾ അതിന് മുന്നേ ഹോസ്പിറ്റലിൽ അവനൊന്ന് വന്ന് കണ്ട് പോയിട്ടുണ്ട് അവിടെ വെച്ചിട്ട്. അപ്പം അവൾ പറഞ്ഞു നമുക്ക് അവിടേക്ക് കൂട്ടിയിട്ട് അവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി. 24-ന് ബർത്ത്ഡേ, 24-ന് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഒരു 6 മണിയോട് കൂടിയിട്ട് അവിടെ എത്തി. അവരും ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ വന്ന് രണ്ടുപേരും അവിടെ കേക്കും എല്ലാ കട്ടിങ്ങും ഒക്കെ മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് അവൾ താല്പര്യത്തിനനുസരിച്ചിട്ട് ആഘോഷിച്ചു. പിന്നെ അവൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു അവൻ്റെ കൂടെ ബുള്ളറ്റിൽ കറങ്ങണം അങ്ങനെയൊക്കെ. അങ്ങനെ അവൻ അതും അവനവിടെ ഒരു ബുള്ളറ്റൊക്കെ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൽ ഒരുവിധം എറണാകുളം കൊച്ചി ഭാഗങ്ങളിൽ കുറേയൊക്കെ ഒരു 2 മണിക്കൂറോളം അവളെ കൊണ്ട് ട്രാവൽ ചെയ്ത് രാത്രിയിൽ. അതൊക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ റൂമെടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ പോന്നു. ശരിക്കും വന്നാൽ ഭയങ്കര ബോഡി പെയിനുള്ള അത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക്. അങ്ങനെ ടാബ്ലറ്റ് ഒന്നും എടുക്കാറില്ല. പക്ഷെ അന്നത്തെ ദിവസം ഇതൊക്കെ കൂടെ മുന്നിൽ അവൾക്കറിയാം എനിക്ക് എൻജോയ് ചെയ്യല്ലാന്ന് വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല.
അപ്പോൾ വേദനയുടെ മരുന്നുകളും ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് അവളന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ അങ്ങോട്ട് പോയതും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അവളുടെ ആഗ്രഹങ്ങൾ അവനും നടത്താൻ പറ്റി, ഞങ്ങൾക്കും നടത്താൻ പറ്റി, അവൾക്കൊന്ന് എൻജോയ് ചെയ്യാനും പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു തീക്കനൽ എപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേ ഒക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നീട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് പോകുമ്പോൾ ഡിസംബർ ഒരു 1 ആയപ്പോഴേക്കും അവൾ പെട്ടെന്ന് ഉഷാറായി വന്നു. ഒരു 8-ാം തീയതി 9-ാം തീയതി ആയപ്പോഴേക്കും അവൾ നല്ല കുഴപ്പമില്ല, പഴയതിൽ നിന്നാണ് ഒരുപാട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി. പക്ഷെ നമ്മൾ ഡോക്ടർ പറഞ്ഞ എല്ലാ ആഴ്ചകളും കീമോ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ കീമോ ചെയ്യുന്നു, ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നു. വേറെ ഒന്നും ഞങ്ങൾ അവിടെ ചെയ്തില്ല, അഡ്മിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നും പോകുമായിരുന്നു. അങ്ങനെ അവൾ 10-ാം തീയതി രാവിലെ എടുത്ത് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. കുറച്ച് വീഡിയോ അങ്ങനെ എടുത്ത് വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രയാസങ്ങൾ കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് ഡിസംബർ 10-ന് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് അവൾക്ക് വേറെ ലോകമില്ല, കാരണം വേറെ ആരോട് സംസാരിക്കാനില്ല, ചുറ്റുപാടുകളില്ല. ഫ്രണ്ട്സ് പറയുമ്പോൾ പലരും പല തരത്തിൽ, അവരൊക്കെ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞ് പോയി, ഹയർ എഡ്യൂക്കേഷനായി, അങ്ങനെ ഓരോരോ കാര്യങ്ങളിലായി. അപ്പോൾ ഇവർക്ക് വേറൊരു കമ്മ്യൂണിക്കേഷൻ യാതൊരു ഇതുമില്ല. അപ്പോൾ ഇവർക്ക് യൂട്യൂബ് എന്നുള്ള ഒരു ഇതിൽ വന്നു നോക്കുമ്പം അവൾ തിരക്ക് പിടിച്ചൊരു ജീവിതമായി, ഫുൾ എൻഗേജ്ഡായി, ഫുൾ ടൈം ഷൂട്ടിങ്, എഡിറ്റിങ്, അങ്ങനെയൊക്കെ ഇവിടെ. അപ്പോൾ അവളും റിലാക്സ്ഡ് ആയി. പിന്നെ അവൾ അസുഖത്തെ മറക്കാൻ തുടങ്ങി ആ സമയത്ത്. അപ്പം ഞങ്ങൾക്കത് വല്ലാത്തൊരു സമാധാനമായി. കാരണം നമ്മൾ അസുഖം എന്നുള്ള, ഞങ്ങളല്ലെങ്കിലും പൊതുവെ അസുഖം എന്നുള്ള രീതിയിൽ അവളെ കാണാറുണ്ടായിരുന്നില്ല. നമ്മൾ പഴയ രീതിയിൽ എന്താ ജീവിച്ച അതേ രീതിയിൽ ഞങ്ങൾ പോയിരുന്നു. ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ പോകും. വിഷമം ഞങ്ങൾ എത്ര ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും പരസ്പരം ആരും ഇരുന്ന് പറയാറുണ്ടായിരുന്നില്ല. അതായിരിക്കാം ഒരു പോസിറ്റിവിറ്റി, നമുക്ക് അങ്ങനെയൊക്കെയല്ലേ കൊടുക്കാൻ പറ്റും. അങ്ങനെ അവൾ യൂട്യൂബ് തുടങ്ങിയ മുതൽ അവൾ ഫുൾ എൻഗേജ്ഡായി. പിന്നെ ആ ഒരു രീതിയിൽ അവൾ ഉഷാറായി. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലണു, അവളെല്ലാവരെയും, പിന്നെ അവൾക്കൊരു സ്വഭാവമുണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് കമ്പനിയാണ്. പിന്നെ അവർ മാറ്റി നിർത്തണമെന്നില്ല. ഇനിയിപ്പോൾ സ്വീപ്പറാണെങ്കിൽ സ്വീപ്പറിന് പണി, അങ്ങനെയില്ല. എല്ലാവരും അവൾക്ക് ഒരുപോലെ, ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും തന്നെ, ഏത് കാറ്റഗറി ആയാലും അവരോടൊക്കെ ഒരേപോലത്തെ സംസാരം, ഒരേപോലെ അവൾ ക്യാമറയിൽ പകർത്തലായാലും, ഓരോ പോയിന്റുകളാണെങ്കിലും അത് ഓരോ മുക്കുമൂലൊക്കെ ക്യാമറയിൽ പകർത്തും. അതൊക്കെ ഡോക്ടേഴ്സിന് മുന്നിൽ ചെന്നാൽ ഡോക്ടറോട് വിശദീകരിച്ച് പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു. ഡോക്ടേഴ്സും അതിന് വില്ലിങ്ങാ. പിന്നെ ഒന്നാമത് അവളുടെ കാര്യങ്ങൾ അവർ മുന്നിട്ട് കണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് വേറെ ഡോക്ടറായിരുന്നു, നീരജ് ഡോക്ടർ അല്ലായിരുന്നു, നിഖിൽ ഡോക്ടറായിരുന്നു. നിഖിൽ ഡോക്ടറും അവളുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് സോഷ്യലായിട്ട് സംസാരിക്കും. ഡോക്ടർക്കും ഞങ്ങളടുത്തും പേഴ്സണലായിട്ട് അവളുടെ ഈ ഒരു അസുഖം കാരണം ഡോക്ടർക്ക് ഭയങ്കര വിഷമമായിരുന്നു അവളടുത്ത് മുഖത്ത് വെക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളോട് എപ്പോഴും പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയും, അനക്ക ഇൻ്റലിജൻ്റ് ആണ്, അനക്കയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് പതർച്ച തോന്നും, എനിക്ക് വിഷമം തോന്നുള്ള കണ്ണിലേക്ക് നോക്കാൻ. പക്ഷെ അവൾക്ക് ഭയങ്കര ധൈര്യവതിയാണ്, ഭയങ്കരമായിട്ട് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ് ഡോക്ടർ ഞങ്ങളടുത്ത് പറയും. അപ്പം അവളെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഞങ്ങളെ ഡോക്ടറെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ ചോദിക്കും, എന്താ ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ നിസ്സാരമല്ലല്ലോ, ഡോക്ടർക്കൊന്നും പറയാം, ഡോക്ടർ നിൻ്റെ മുമ്പ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, വെറുതെ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഒരു നിസ്സാരമായിട്ടുള്ള അങ്ങനെ തള്ളിക്കളയാറാണ്. പക്ഷെ അവൾക്ക് അറിയാം, ഉള്ളിലെല്ലാം അറിയാം, ഡോക്ടർ സീരിയസ് ആയിട്ട് ഞങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ഞങ്ങളത് മുഖത്ത് കാണിക്കാറുമില്ല, അവിടുത്തെ പറയാറുമില്ല. പിന്നെ അങ്ങനെ ആ ഒരു പ്രോസസ്സ്, ഇവളുടെ ബ്ലഡ് ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞതാണ് DLA ടെസ്റ്റ്, DLA എന്ന് പറഞ്ഞ സംഭവം പ്രോസസ്സ് ചെയ്യണം. ഇവളെ ബ്ലഡ് ഇനിയും മന്ത്ലി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ബാക്കിയുള്ള ആഴ്ചകൾ കീമോ ചെയ്യുക. അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ പോയിരുന്നു. അങ്ങനെ ഫെബ്രുവരി ആയപ്പോഴേക്കും ഒരുവിധം 2024 ആയപ്പോഴേക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയി. മാർച്ച് ആയപ്പോഴേക്കും പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പെട്ടെന്ന് 2 ദിവസത്തിനൊക്കെ അഡ്മിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവൾ തിരിച്ച് വന്ന് അവൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ യൂട്യൂബ് ആ ഒരു ഇതിലങ്ങോട്ട് അവൾ എൻഗേജ്ഡായി. പിന്നെ അവൾ ആ ഒരു പഴയ ഹാപ്പി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ മാർച്ച് 8 വുമൻസ് ഡേക്ക് നമ്മൾ പേപ്പറിൽ ഫോട്ടോ വരുന്നു, ഞങ്ങളത് പോയി കളക്ട് ചെയ്യണം, അതൊക്കെ യൂട്യൂബിൽ ഇട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ. അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ 12-ന് 12-ന് അതേപോലെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. 12-ന് ഞങ്ങൾ ചെക്കപ്പിന് പോയി. 13-ന് അവളെ പഠിച്ചൊരു SNGS കോളേജ് ഉണ്ടായിരുന്നു, പട്ടാമ്പി ഡിഗ്രിക്ക് പഠിച്ച്. അവിടേക്ക് ചീഫ് ഗസ്റ്റായിട്ട്, വുമൻസ് ഡേയുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇനാഗുറേഷന് വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലിൽ നീര് ചെറുതായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തു, അനക്കെ വന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു ഇനാഗുറേഷന് പോട്ടെ, അത് കഴിഞ്ഞിട്ട് വരാം, വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് നഷ്ടാവില്ലേ. അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു, ആ ശരി കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഡോക്ടർ അതിനനുസരിച്ചിട്ട് അവളെടുത്ത് മെസ്സേജ് ചെയ്യുക. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നീ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി. കാരണം ഡോക്ടർക്ക് അറിയാം ഒരു ദിവസം മുന്നേ അവിടെ ചെന്നു എന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. അപ്പോൾ അവൾ സന്തോഷിക്കട്ടെ, അവൾ ഇങ്ങനെ സന്തോഷിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. അവൾ തന്നെ ചീഫ് ഗസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ചെക്കപ്പിന് പോയി നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇനി ഇങ്ങനെ അവിടെ അങ്ങോട്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്, സെൽസ് എല്ലാം അങ്ങനെ കൂടി വന്നിട്ടുണ്ട്,
എന്തായാലും അനഘയുടെ സന്തോഷം വീട്ടിലിരിക്കുക, വീട്ടിലുള്ളവരുമായിട്ട് കൂടിയ സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് അവളുടെ സന്തോഷം. അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നു. പക്ഷെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു 3:30 മുതൽ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് കാലുകൾ തളർന്നു പോണ പോലെ അറിയില്ല. പിന്നെ പെട്ടെന്ന് കരഞ്ഞിട്ട് അങ്ങനെ ബെഡിലേക്കാണ് വീണു. രാവിലെ തന്നെ ഞങ്ങൾ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അവൾ അപ്പോൾ തന്നെ അബോധാവസ്ഥയിലായിപ്പോയി. ഞങ്ങൾ നേരെ കാറിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ, നേരെ ആംബുലൻസിൽ കൊണ്ടുപോയി. ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തപ്പോൾ അവൾ ഉഷാറായി. പക്ഷേ കാലിന് ഇവിടുന്ന് അങ്ങോട്ട് എന്തോ ഒരു വല്ലാത്തൊരു തളർച്ച പോലെ വന്നു. പിന്നെ നടക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വന്നു. കാലിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നു. അങ്ങനെ സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ 2 സൈഡിനും ഹിപ്പിനൊക്കെ നമുക്കൊരു ബാലൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾക്ക് നടക്കാൻ പ്രയാസമായി, നമ്മളൊന്ന് പിടിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയായി. പിന്നെ അവൾക്ക് എണീക്കാൻ വയ്യ. ആ ഒരു അഡ്മിറ്റ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. 13-ാം തീയതി മുതൽ ഫെബ്രുവരി 13 മുതൽ മാർച്ച് 13 മുതൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാച്ചുറേഷൻ കുറയൽ, പല പ്രയാസങ്ങളും വന്നു. ഡോക്ടർ ഞങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു ഈ ഒരു സമയം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അനഘയ്ക്ക് എന്തു സംഭവിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് അപ്പോഴും ഓർമ്മയുള്ള കാരണം തോന്നുന്നുണ്ട് സാച്ചുറേഷൻ്റെ പ്രശ്നം, ഓക്സിജൻ്റെ കുറവ് വന്നു. മാസ്ക് ഇട്ടിട്ട് കടന്നിരുന്നത്. ICUക്ക് മാറ്റേണ്ട അവസ്ഥ. അപ്പോൾ അവിടെ പറഞ്ഞു ICUക്ക് ഞാൻ പോവില്ല, അച്ഛൻ്റെ നമ്മളെടുത്ത് ഇരിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൂടെ നിന്നു. അങ്ങനെ ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വിഷു എനിക്ക് വീട്ടിൽ ആഘോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിഷു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവളുടെ അവസ്ഥയ്ക്ക് നമുക്ക് വീട്ടിലേക്ക് പോരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്ലേറ്റ്ലേറ്റ് ശരീരത്തിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രയാസം വന്നു. അങ്ങനെ ഡോക്ടർ ഒരുവിധം മെഡിസിൻസ് മാക്സിമം അവളെ എങ്ങനെയെങ്കിലും അവളെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞേക്കണം, ഒന്ന് ആഘോഷിപ്പിക്കണം, അങ്ങനത്തെ ഒരു ചിന്ത ഡോക്ടർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അവളെ ആഗ്രഹത്തിന് ഒപ്പം ഡോക്ടർ നിൽക്കായിരുന്നു. ഞാൻ കണ്ടിരുന്നു ആ വീഡിയോ, ഒരു ഡോക്ടർ സുരേഷ് സാറ് കൊടുത്ത സെറ്റ് സാരി കൊടുത്ത്. അപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത്? നടക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെയാണ് സാരിയെ കൂടിപ്പിച്ചത് അല്ലേ? അയാൾ പറയുന്നുണ്ട് അമ്മയും ചേച്ചിയും അമ്മയും അനിയത്തിയും കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയായിരുന്നു. നിൽക്കുമ്പോഴും നമ്മൾ പിടിക്കണം, 2 സൈഡിൽ 2 പേരും പിടിക്കണം. അങ്ങനെ എടുത്ത് ഇവിടെ അത് വീഡിയോ ഒക്കെ തേങ്ങാ ചെലവുന്നത് ഒക്കെ ഈ നടക്കും. ചെറുതായിട്ട് നമ്മൾ 2 സൈഡും പിടിക്കും. പക്ഷെ കാല് വളഞ്ഞു പോകണ സമയം വരാറുണ്ട്, കാലിങ്ങനെ അകന്ന് പോകും. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പിടിക്കണം. അങ്ങനെ ഞങ്ങൾ മാർച്ചിൽ ഇങ്ങനെ അഡ്മിറ്റ് ആയതല്ലായിരുന്നു, ഫെബ്രുവരി മാസം പറയുന്നു. ഏപ്രിലിൽ അവൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നമുക്ക് നോക്കാം. അങ്ങനെ പ്ലേറ്റ്ലേറ്റ് ശരീരത്തിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു സ്റ്റാഫിനുണ്ടായിരുന്നു, ഇതുപോലെ അതേ ബ്ലഡ് ഗ്രൂപ്പ്. ഞങ്ങൾ ഡോക്ടർക്ക് പറഞ്ഞു നമുക്ക് ഒരേ ബ്ലഡ് ഗ്രൂപ്പിൽ സെയിം ബ്ലഡ് ഗ്രൂപ്പ് കയറ്റിയാലെങ്കിലും പ്ലേറ്റ്ലേറ്റ് ശരീരത്തിൽ നിൽക്കും, നമുക്ക് നോക്കി വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തെ ഒരു സ്റ്റാഫ് പെട്ടെന്ന് വില്ലിങ്ങായി. അതൊക്കെ അവരൊക്കെ നമ്മൾ അനുവിനോടുള്ള ആ ഒരു താല്പര്യമാണ് അത്. അപ്പോൾ അവരെന്നെ മുന്നോട്ട് വന്നു. അവർ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അവർ നിന്ന്. പക്ഷെ ആ ഒരു പ്ലേറ്റ്ലേറ്റ് ശരീരത്തിൽ നിന്ന് പോയിട്ടേ ഉണ്ടാകുന്നത്, കുറഞ്ഞതേ ഇല്ല. അതങ്ങനെ നിന്ന് കുറച്ച് കുറഞ്ഞെങ്കിലും അളവുകൾ കുറഞ്ഞെങ്കിലും അവൾ വേണ്ട ശരീരത്തിൽ വേണ്ട കാര്യങ്ങളിൽ ബാലൻസ് ചെയ്ത് നിന്നു. പ്ലേറ്റ്ലേറ്റ് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വിഷുവിൻ്റെ മുന്നേ ഡോക്ടർ പറഞ്ഞു അവൾ 3 ഓക്കെ ആയിട്ടുണ്ട്. പനിയുടെ സമയത്ത് പനി വന്നതിനിടയ്ക്ക് ഓക്സിജൻ കുറഞ്ഞ സമയത്ത് പനിയും വന്നു. അങ്ങനെ മാസ്ക് വെച്ച് കിടക്കുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ മോനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഒരാഴ്ച കൂടി കഴിഞ്ഞ് നാട്ടിലെത്തി. അപ്പോൾ അവൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല അനുവിനെ, ഒന്നും അവൾക്ക് കല്യാണം കഴിക്കാൻ അവൾക്കൊന്നും സംഭവിക്കില്ല, ഞാൻ എന്തായാലും അടുത്ത ആഴ്ച എത്തുന്നുണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ല എന്നാണ്. അങ്ങനെ ഇവൾക്ക് ഓർമ്മ നന്നായിട്ടുണ്ട്. പക്ഷേ ഇവൾക്ക് പനിയും ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ കൂടെ വന്നപ്പോൾ ഡോക്ടർക്ക് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. സെൽസ് ആണെങ്കിൽ കൂടി വരികയാണ്, WBC കൗണ്ട് കൂടി വരികയാണ്. 1 ലക്ഷം വരെ ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഒരു 10,000 വരെയാണ് ശരീരത്തിന് വേണ്ടത്, അതിൽ കൂടുതൽ 1 ലക്ഷം വരെ ആയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയായപ്പോൾ പിന്നെ നമുക്ക് ദിവസങ്ങൾ നീട്ടിക്കിട്ടിയാൽ അത്രയും നല്ലത്, ആ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്കും അവള് വീഡിയോ ഇടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഷോർട്സ് ഇടുന്നുണ്ട്. അതെ അതൊക്കെ. അതിനിടയ്ക്കാണ് ഇവർക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു, അറ്റാക്ക് വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അപ്പോൾ ഇവളെ എനിക്കത് അറിയിക്കാൻ പറ്റുന്നില്ല. അവളെ ആകെ ആ ഒരു പ്രയാസം കൂടിയും കേട്ടിട്ടുണ്ടെങ്കിൽ എന്താകെ മനസ്സ് ഏത് രീതിയിൽ താളം തെറ്റുമൊന്നും അറിയില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയില്ല. ഇവർക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നു. ഇവരെ കാർഡിയോളജി ICUവിൽ കയറ്റി. അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി, അതൊക്കെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ഒന്നും അവളെ ഞാൻ അറിയിക്കുന്നില്ല. ഇവരുടെ കുറച്ച് പോകുന്നുണ്ട്. അവളെടുത്ത് നോക്കണം. അവൾക്കാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോലും ഞാൻ വേണം, നിൽക്കാൻ പറ്റില്ല. നമ്മൾ താങ്ങി എണീപ്പിച്ച് ഇരുത്തി കൊടുക്കണം, എല്ലാ കാര്യത്തിനും ഞാൻ വേണം. പക്ഷെ അന്ന് ഞാൻ ഇവരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ വേറെ ബ്ലോക്കിലാണ്, അവൾ വേറെ ബ്ലോക്കിലാണ്. അവിടുത്തെ സിസ്റ്റർമാർ ഓൺകോളജി ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവളെ അറിയിക്കാതെ വേണം എനിക്ക് കൊണ്ടുപോകണം. ഞാൻ ജസ്റ്റ് ഇവർക്കൊരു ഒബ്സർവേഷൻ ഉണ്ട്, ചെറുതായിട്ട് ഒരു BP പ്രശ്നങ്ങൾ, ബ്ലഡ് വേരിയേഷൻ്റെ ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊരു ഒബ്സർവേഷൻ കാർഡിയോളജിയിൽ നിന്ന് കാണിച്ചതെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും ഇത്രയും സീരിയസ് ഒന്നും പറഞ്ഞില്ല അവളുടെ അടുത്ത്. അപ്പം സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവളുടെ ആ ഒരു അവസ്ഥകളും എൻ്റെ ആ ഒരു ഒറ്റപ്പെടലും കൂടിയാണ് ഡോക്ടർ ആയാലും അതെ, സിസ്റ്റർമാർ ഏതായാലും ഓൺകോളജി എല്ലാവരും
അനുവിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും മെഡിസിൻസ് വാങ്ങിക്കാനും കൂടി അവരാ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോൾ വളരെയധികം വരുന്നുണ്ട്, പക്ഷേ ഇവരുടെ ICUയുടെ മുന്നിൽ നിൽക്കണമല്ലോ. അങ്ങനെ അന്ന് രാത്രി ആയപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ടും ഇവളും കൂടി അവളെ കൊണ്ടുവന്നു. കാരണം ഇവളെങ്കിലും എനിക്ക് അവളുടെ അടുത്ത് ഇരുത്തണം. അങ്ങനെ രണ്ടുപേരും വന്നു. എല്ലാ ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞുള്ളൂ. അന്ന് രാത്രിയിൽ ഞാൻ ഇവരപ്പോഴേക്ക് അവിടെ തന്നെ ഒരു റൂമിലേക്ക് മാറ്റി. കാരണം ഹോസ്പിറ്റലിൽ അവിടെ ഞങ്ങളുടെ കൂടെ കിടക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ അവിടെ തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. അന്ന് രാത്രി ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു തന്നു. കുറേ നേരത്തിൽ ഒന്നും മിണ്ടിയില്ല അവൾക്ക്. എനിക്ക് പേടിയുണ്ട് അവളുടെ അടുത്ത് പറയാം. പക്ഷെ കിടക്കാൻ നേരത്ത് പറഞ്ഞാൽ രാവിലെ വരെ സംസാരിച്ച് വിഷമം തീരുമല്ലോ. അപ്പോൾ എന്തിനാ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ പരീക്ഷിക്കണതല്ലേ ചോദിച്ചിൻ്റെ അടുത്ത്. നമ്മൾ അത് സാറില്ല, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്, ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പം തന്നെ അവൾ പറഞ്ഞു ചിലപ്പോൾ ഇന്നെ ഡിസ്ചാർജ് ആക്കാൻ പറ്റാത്തത് അച്ഛൻ്റെ ഈ അസുഖം ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, ഇനി പേടിക്കരുത്, ഇപ്പോൾ ദൈവം ഉണ്ട് കേട്ടോ, ചിലപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവൾ അത് പോസിറ്റീവായിട്ട് അവൾ എടുത്തത്. ഇപ്പം ഞാൻ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് നെഞ്ചുവേദന വന്നത് റോട്ടൊന്നും അവിടെ നിന്നെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. ഇത് ഇവിടെ തന്നെ ആയതുകൊണ്ടല്ലേ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇവർക്ക് ഇത്തിരി സീരിയസ് തന്നെ ആയിരുന്നു. കാരണം 90% എന്ന് പറയുമ്പോൾ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എമർജൻസി ആയിട്ട് ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലാണെങ്കിൽ ഇത്ര ഫെസിലിറ്റി കിട്ടില്ലല്ലോ, ഹോസ്പിറ്റലിലായതുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഡിസ്ചാർജ് ആയി പോകാൻ പറ്റാത്തതല്ലേന്ന് വെച്ചു. നമ്മൾ അത് ശരി, അതന്നെ ആയിരിക്കും. അപ്പോഴവിടെ പോസിറ്റീവായിട്ട് കണ്ടത് വേറൊരു ഇതിൽ കണ്ടില്ലേ അവള്. അത് ഞങ്ങൾ ആ ഒരു സമയത്ത് മാർച്ച് 12 ഡോക്ടർ പറഞ്ഞു നമുക്ക് മിക്കവാറും ഡിസ്ചാർജ് ആവാം, അനക പ്ലേറ്റ്ലേറ്റും എല്ലാം തരണം ചെയ്തൊക്കെ ഉഷാറായിട്ട് എന്തായാലും വിഷു ആഘോഷിക്കാൻ നമുക്ക് പോകാറുണ്ട്. അങ്ങനെ മാർച്ച് 12 ഞങ്ങൾ ഡിസ്ചാർജായി പോരുകയാണ്. അന്ന് രാവിലെ ഏപ്രിൽ 12 ഞങ്ങൾ ഡിസ്ചാർജ് ആയി. അപ്പോൾ അവൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് ഒരു 13,000-14,000 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അനാഥാലയത്തിൽ ഓർഫനേജിലൊക്കെ ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അതൊക്കെ ഇപ്പോൾ ഇവളെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അവൾക്ക് നടക്കാനൊക്കെ പ്രയാസമായി വന്ന് നമുക്കറിയാം. ആ സമയത്ത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വിളിച്ച് ഓർഫനേജിൽ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഏപ്രിൽ 12 ഞങ്ങളിവിടെ വന്നു. 13 ഞങ്ങളത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഒക്കെ കൊടുത്തു. 14 വിഷു ആഘോഷിച്ചു. അവൾക്ക് എന്തായാലും അങ്ങോട്ടൊന്നും പോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ബുദ്ധിമുട്ട് തന്നെയാണ്, ഇരിക്കണം, നമ്മൾ പിടിക്കണം, എല്ലാ കാര്യത്തിനും പിടിക്കണം, നടക്കാനൊന്നും വയ്യാത്തതല്ലേ. പിന്നെ 14 അവളുടെ താല്പര്യത്തിനനുസരിച്ച് സുരേഷ് സാറ് കൊടുത്ത സാരി കൊടുത്ത് വിഷു ഗംഭീരമായിട്ടുണ്ട്. അവൾക്ക് എന്തൊക്കെയോ മനസ്സിലാഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വിഷു ആഘോഷിച്ചു. 13 രാത്രി മോൻ നാട്ടിലെത്തി. അവന് വീട് പാലക്കാട്, അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോഴേക്കും ഞങ്ങൾക്ക് ഓടി വരാനൊന്നും പറ്റില്ല. അങ്ങനെ 14 വിഷുവൊക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങൾ 16 ഞങ്ങൾക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. 16 ഞങ്ങൾ ചെക്കപ്പിന് പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്, പക്ഷേ അസുഖം ഉണ്ട്, ഉള്ളിലുണ്ട്. അസുഖം മാറുന്നൊരു ലക്ഷണമൊന്നുമില്ല, പക്ഷെ അവൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ. അവൾക്ക് അവസാന നിമിഷം വരെ വീടാണ് അവൾക്ക് താല്പര്യം. ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ പൊക്കോളൂ, വെറുതെ അഡ്മിറ്റ് ആവണ്ടാണ്. അന്ന് നിങ്ങൾ പോരുമ്പോൾ കീമോ ചെയ്തിട്ട് പോകുന്നത്. പക്ഷെ അന്ന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് അവൾക്ക് പണ്ടത്തെ അതേ നോട്ട്സ് ഇവിടെയൊക്കെ വരാൻ തുടങ്ങി. കീമോ ചെയ്ത് പോരുകയാണ്. വണ്ടിയിൽ വെച്ചിട്ട് തന്നെ അവൾ പറഞ്ഞു. ഇവിടെ ഞാൻ അപ്പം തന്നെ ഡോക്ടർ മെസ്സേജ് ചെയ്തു, അങ്ങനെ അവൾ പറയുന്നുണ്ട്. പിന്നെ ബോഡി കുറച്ചും കൂടെ പെയിന് കൂടാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു കൂടുതലാണെങ്കിൽ വന്നാൽ മതി, അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. പിന്നെ അവൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് 21 പനി വരാൻ തുടങ്ങി. അതിനിടയ്ക്ക് അവൻ ഇവിടെ വന്നു കേട്ടോ. ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് വന്നിട്ട് 17-ാം തീയതി അവൻ ഇവിടെ വന്നു. നന്നായിട്ട് വൈകുന്നേരം വരെ എൻജോയ് ചെയ്ത് സംസാരിച്ച് എല്ലാം ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞൊരു 6:30-ക്ക് ശേഷം വൈകുന്നേരം അവൻ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ 21-നാണ് അവൾക്ക് പനി വരാൻ തുടങ്ങിയത്. പനി വന്നു. പിന്നെ ഞങ്ങൾ വേഗം അമൃതയിൽ തന്നെ പോയി. നേരെ കാഷ്വാലിറ്റിയിലാണ് കയറിയത്, ICU കയറി. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് ശരിക്കും ഓർമ്മ ഉണ്ട്, ചില സമയങ്ങളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അവളെ കിടത്തായാലും ഇങ്ങനെ കടന്നിങ്ങനെ ഒരു ഉരുണ്ട് ആകെ ഒരു കിടക്കാനൊന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ഒരു അസ്വസ്ഥതയായിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ കൂടി വന്നു. അപ്പോഴേക്ക് 3 ലക്ഷം ആയി WBC. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തു സംഭവിക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. പക്ഷെ പല പ്രതിസന്ധികളിലും അവൾ പിടിച്ചു നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അതിലും ഞങ്ങൾ പ്രതീക്ഷിച്ചു തിരിച്ചു വരും, കുറച്ച് ദിവസം കൂടി ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. അന്ന് ഞാനും ഇവിടെ കൊണ്ടുപോയത്, ഇവർ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് വയ്യാത്ത കാരണം ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നെ കാഷ്വാലിറ്റി ICUന്ന് പിറ്റേ ദിവസം വാർഡിലേക്ക് മാറ്റി അന്ന് ലാസ്റ്റ് ഷോർട്ട്സ് ഇട്ടത്. അന്ന് അവൾക്ക് വയ്യായിരുന്നു. ഇവൾ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ട് ഇവൾ പറഞ്ഞ രീതിക്കൊക്കെയാണ് അതാണ് അവളുടെ ലാസ്റ്റ് ഷോർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ 24 രാത്രിയും കൂടെ മോനായിട്ട് നന്നായിട്ട് സംസാരിച്ചു. പക്ഷെ ചില സമയത്ത് സംസാരം ക്ലിയർ ആയിരുന്നില്ല. സംസാരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് എന്താ പറഞ്ഞിരുന്നത് പരസ്പര ബന്ധമില്ലാതെ ചില സമയത്ത് സംസാരിക്കും. ചില സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് തലേ ദിവസം അവൻ്റെ അടുത്തൊക്കെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് സംസാരിച്ചു തന്നു. പിന്നെ 25 രാവിലെ പെട്ടെന്ന് രാവിലെ നേരത്തെ നീറ്റു, ഒരു 6:30 നീറ്റ് വേഗം റെഡിയായി. അവൻ രാവിലെ വരാൻ തന്നെ അവൻ സാധാരണ വരണ പോലെ വരികയെന്നല്ല, അവർക്ക് സീരിയസ് ആണെന്നൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങൾക്ക് പല സമയത്തും സീരിയസ് ആയിട്ട് അവിടെ തിരിച്ച് വന്ന അങ്ങനത്തെ ഒരു അവസരമല്ല. അത് കാരണം ഡോക്ടർക്കും പറയാൻ പറ്റുന്നില്ല. നമ്മൾ പലതും റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്.
ഡോക്ടർ അന്ന് രാവിലെ പറഞ്ഞൊരു ഞാൻ പറഞ്ഞു ഇങ്ങനെ മോൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് അവനോട് നേരിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുവിനൊന്നുമില്ല, അവന് തിരിച്ചു വരും അങ്ങനത്തെ ഒരു ചിന്തയിൽ ചിലപ്പം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറയാം ഞാൻ എല്ലാ കാര്യവും പറയാനുണ്ടോ. അപ്പോഴേക്കും അവൻ വന്നു, ഒരു 10-10:30 എത്തി. പക്ഷെ അവൻ വരുന്നതിൻ്റെ കുറച്ച് മുൻപ് അവൾ അങ്ങനെ കണ്ണടച്ച് അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് ഉറക്കം വരുന്നു, ഏട്ടൻ വന്നിട്ട് വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കണ്ണടച്ചൊക്കെ കടന്നുറങ്ങി. പിന്നെ അവൾ കണ്ണു വായിച്ചില്ല. അവൻ വന്നപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല, അവൾ ഉറങ്ങുകയാണെന്ന് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ 1:30 ആയപ്പോഴേക്ക് BP കൂടി, സാച്ചുറേഷൻ കുറച്ച് പ്രശ്നം വന്നു. പിന്നെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് അങ്ങനെ വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ICUക്ക് മാറ്റി. ICUക്ക് മാറ്റിയപ്പോഴേക്കും ഇവരിവിടെ വന്നു. ഡോക്ടർ ഞങ്ങൾക്ക് 2:05 ഒക്കെ ആയപ്പോഴേക്ക് ICUവിൽ വിവരം പറഞ്ഞു. അങ്ങനെ വിവരം പറഞ്ഞപ്പോഴേക്ക് ഇവരെത്തി. ഞാൻ അവളെ അന്ന് കണ്ടതാ, ICUക്ക് കൊണ്ടുവന്നത് കണ്ട. പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടില്ല. അവൾ ആ ഒരു കടത്തം നമുക്ക് കാണാൻ പറ്റായിട്ട് തോന്നി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ഇപ്പോഴും തോന്നുന്നു അവൾ അമൃതയിലുണ്ട്, അല്ലെങ്കിൽ കോളേജിൽ പോയതാണ്, അങ്ങനെയൊക്കെ ഒരു തോന്നലിങ്ങനെ വരും. ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ 2 മാസം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് 6-7 മാസം പിന്നെയും അപ്പോഴാണ് ശരിക്കും ജീവിച്ചതല്ലേ. 2022 ഡയഗ്നോസിസ് 23 അതേ ദിവസം വീണ്ടും അസുഖം വരുന്നു. അതാണ് ഒരു കറക്റ്റ് ഒരു വർഷം. അതിനിടയ്ക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. 24 അതേ ഡേറ്റിന് ഒക്ടോബർ 25 വീണ്ടും അസുഖം വരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. കാരണം അവൾക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞങ്ങളത് മറക്കുകയാണ്. അവൾ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മറന്ന് ജീവിക്കുകയായിരുന്നു. അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നല്ല ഞങ്ങൾ പിന്നെ ജീവിക്കുന്നത്. അവളുടെ ഇഷ്ടത്തിന് നമ്മൾ പാറിപ്പറന്ന് ജീവിക്കുകയായിരുന്നു സന്തോഷത്തോടെ. അവൾക്ക് എന്തൊക്കെ ആവശ്യിച്ചാലും അതെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൾ ചെറിയൊരു ആഗ്രഹം പറയുമ്പോൾ ശരി നമുക്ക് ചെയ്യാം. പക്ഷെ അവൾക്ക് തോന്നില്ല, അവൾക്ക് തോന്നാൻ പാടില്ല. അവളുടെ അവസാനം ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കുന്ന ഒരു ധൃതി കാണിക്കാൻ തോന്നാനും പാടില്ല. അതും കാണിക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടമാണ്, ഫുഡ് കുക്കിങ്. ഞാൻ കണ്ടിരുന്നു ഫുഡ് നിങ്ങൾ വ്ലോഗ് ചെയ്തേക്കുന്നത്. മോള് മരിച്ചിട്ട് അധികം ആയില്ലെന്ന് തോന്നുന്നു. 25ാമത്തെ ദിവസമാണ് ജോഷ് ടോക്കിൽ പോയത്. അപ്പൊ ഞാൻ ആലോചിച്ചു എവിടെ നിന്നാണ് ഇത്രയും വിൽ പവർ വന്നത്. അതിനോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ട് തന്നെയാണ്. എല്ലാ കാര്യം ചെയ്യുന്നത് അവളാണ്. ചിതക്ക് തീ കൊളുത്തിയൊക്കെ എല്ലാം കൂടാണ്. അത് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു അല്ലേ. അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് പറയാന്ന് പറയുമ്പോ പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നല്ലോ അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലും പെട്ടെന്ന് സംഭവിക്കുന്ന അറിയില്ല. അപ്പൊ അവള് കുറെ മുൻപ് ഞങ്ങള് വെറുതെ ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്ത് ഞങ്ങൾ വെറുതെ പരസ്പരം ഞങ്ങളൊന്ന് അവിടെ താമസിക്കാം, വാടകയ്ക്ക് താമസിക്കാം. ഞങ്ങള് വെറുതെ പരസ്പരം പറഞ്ഞു. ഇവര് പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാല് ആൺമക്കള് സാധാരണ ആൺമക്കള് ചെയ്യണം എന്നാണല്ലോ, ആൺമക്കളില്ല ഞങ്ങക്ക്. അപ്പം ഞങ്ങളെ ആരെങ്കിലും ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു ഇവര്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചാലും നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയാണ്. അപ്പം അവള് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ശ്രീകുട്ടി ചെയ്താൽ മതി കേട്ടോ പറഞ്ഞു. ആ ഒരു വാക്ക് അത് അവൾക്കാണ് ആദ്യം. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അന്ന് നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ സമയമാണ്. നമ്മൾ ഒരിക്കലും അസുഖം പിന്നീട് വരും തോന്നുന്നില്ല. പിന്നെ അവൾ അധികം കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവര് പെട്ടെന്ന് ഇമോഷണൽ ആവും. അപ്പോൾ ഇവള് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അവൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല. തമാശകൾ, എതിർക്കൽ, ഞങ്ങൾ ദേഷ്യപ്പെടുക, അച്ഛനോട് കുറേ ദേഷ്യപ്പെടുക, കുറേ സന്തോഷം, ചിരിക്കുക, അങ്ങനെയുള്ള ഒരു എല്ലാം കൂടെ കലർന്നിട്ടുള്ള ജീവിതം അവർക്ക്. അപ്പൊ കാര്യങ്ങൾ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഇവരെ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും പോകുന്ന സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ ഒരു മനസ്സിന്റെ കാര്യങ്ങളും അടിത്തട്ടെന്ന് വരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പറയാൻ എൻ്റെ അടുത്ത് ആ സമയങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് ലാസ്റ്റ് അഡ്മിഷൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ മരിക്കുക എന്ന് വെച്ചു. എങ്ങനെ മരിക്കും, മരണസമയം അറിയാൻ പറ്റുമോ, ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞില്ല മരിക്കില്ല, മരിക്കുക അതിൻ്റെ മുന്നേ ഞാനാണെന്ന് പറയാൻ പറ്റില്ല, അത് ആർക്ക് എന്ത് വരും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. അപ്പം അന്നും എൻ്റെ അടുത്ത് പറയുന്നത് നമുക്കൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആരുണ്ടാവും അല്ലേ, അതൊക്കെ ആരെങ്കിലും ഉണ്ടാവും, അതിനൊന്നും ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് ആർക്ക് എന്ത് സംഭവിക്കുന്നു പെട്ടെന്നാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴും അവളെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രീകുട്ടി ഉണ്ടാവില്ലേ ഒക്കെ ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു അണക്ക് സംഭവിച്ച ശ്രീകുട്ടി ഉണ്ട്, എനിക്ക് സംഭവിച്ചാൽ നിങ്ങൾ 2 പേരുണ്ട്, അച്ഛന് സംഭവിച്ചാൽ നിങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കരുതൊന്നും ചിന്തിക്കരുത് കേട്ടോ, രാവിലേക്ക് എന്താ ഞാൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് അവൾ പറയുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഓരോന്നും അവൾ പ്ലാൻ ചെയ്ത് പറയേണ്ടടുത്ത്. അപ്പം അതിന് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇവളെല്ലാ കാര്യം ചെയ്യണമെന്നല്ല. പിന്നെ അവളെപ്പോഴും പറയും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷമിച്ചാലും ഇരിക്കരുത്, കാര്യങ്ങളാരും മുടക്കി വെക്കരുത്, എനിക്ക് വേണ്ടിയിട്ട് ആരും. അത് അവൾ ആദ്യം അവൾക്ക് ഒരു അസുഖമാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ മുടക്കിയിട്ട് അവളുടെ പേര് പറഞ്ഞിട്ട് ആരും മുടക്കിയിരിക്കരുത്, എല്ലാ കാര്യം ചെയ്യാൻ. മനുഷ്യൻ അത് അവൾക്ക് ഏറ്റവും കൂടുതൽ ജീവന്റെ വില മനസ്സിലായിട്ടുണ്ട്. കാരണം
ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര നാളെന്നൊരു ടൈം പീരീഡ് പറഞ്ഞപ്പോ മനുഷ്യന് പിന്നെ ആസ്വദിക്കാനേ ഉള്ളു. അപ്പം മനുഷ്യനൊക്കെ ഈ ലോകത്ത് കിടന്ന് വിഷുവിന് മുൻപ് വെയ്യാത്ത സമയത്ത് ഡോക്ടർ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴും അവൾക്ക് പ്രയാസം 4 ദിവസത്തോളം നമ്മൾ ആ മാസ്ക് വെച്ച് കിടന്നു, ഓക്സിജൻ മാസ്ക്. ഞാൻ അന്ന് രാത്രി 2 പേരും ഉറങ്ങാതെ കിടക്കാൻ, ഉറക്കത്തിലാണ് തട്ടും, മാസ്കിൽ നമ്മൾ പെടയും. അന്ന് 2 ദിവസം ഞങ്ങൾ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. ഇതിങ്ങനെ പിടിച്ച് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആ ഇരുത്തുന്ന അതൊന്നും കൊണ്ട് ശരിയായി വന്നപ്പോൾ അവൾക്ക് പനി തുടങ്ങി. പനി പക്ഷെ പെട്ടെന്ന് മാറി. അപ്പോൾ അവള് പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പറഞ്ഞു. അത് പറഞ്ഞത് കറക്റ്റായി. അത് അവളെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പം വീണ്ടും അവൾക്ക് ഫുഡ്, ഞാൻ പറഞ്ഞില്ല ഓർഫനേജിൽ ഫുഡിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു. വിഷു ആഘോഷിക്കണം, അവന് കുറെ 2-3 മാസമായിട്ട് കണ്ടില്ല. അപ്പൊ അവന്റെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു OP കൂടി നമുക്ക് 18-ാം തീയതി ഒരു OP കൂടി പോയി. പിന്നീടുള്ള പോക്കിൽ നമ്മൾ തിരിച്ചിങ്ങനായത്. അങ്ങനെ കുറെ അവളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുവിധം ആഗ്രഹങ്ങളൊക്കെ നടത്തി. പിന്നെ അവൾക്ക് ജോഷ് ടോക്കിലേക്ക് കയറാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അവൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതും എനിക്കിൻ്റെ ഒരു ധൈര്യം ഇവളെൻ്റെ അടുത്ത് പറഞ്ഞത്. അവളുടെ ചേച്ചിയുടെ ഒരു ആഗ്രഹമില്ലായിരുന്നു, അമ്മ എന്തായാലും കയറാൻ പറ്റുമോ ചോദിച്ചു നോക്കുന്നുണ്ടോ. അങ്ങനെ അവർ പറഞ്ഞാൽ അതിന് അമ്മയ്ക്ക് കയറാമെന്നു. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി അന്ന് ഇറങ്ങുമ്പോഴേക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അവളെ ഇറങ്ങേണ്ട, അവൾ നിൽക്കേണ്ട സ്ഥലത്താണ്. ആ ഒരു പ്ലാറ്റ്ഫോം എനിക്കുള്ളതല്ലല്ലോ, അവൾക്കുള്ളതല്ലേ. അന്ന് എനിക്ക് സത്യത്തിൽ നമുക്കൊരു സംസാരിക്കാൻ പോലും ഒരു ശേഷിയില്ലാത്തൊരു സമയം തന്നെ. 25 ദിവസമായിട്ടുള്ള അവിടെ വിട്ടു പോയിട്ട്. അവിടെ ചെന്നപ്പോഴും ഞാൻ അന്നും പ്രാർത്ഥിച്ചു പോയത്, അനു നിനക്ക് വേണ്ടി ഞാൻ കയറുന്നു, നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ കയറുന്നത്. പക്ഷെ കരയാനൊന്നും ഇല്ല. നമുക്ക് ആ ഒരു അവളുടെ കാര്യങ്ങൾ പറയാൻ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് അവിടെ നിന്ന് പറ്റി. കൂടുതൽ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു എഡിറ്റ് ചെയ്യേണ്ട കാര്യം കൂടി അവർക്ക് കൂടുതൽ വന്നിട്ട് പെട്ടെന്ന് അത് നിന്ന നിൽപ്പിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാം കഴിഞ്ഞ്. പക്ഷെ ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു പോയി എന്നാല് ആ ഒരു അവസ്ഥ ഭയങ്കരമായിപ്പോയി. പിന്നെ ബോഡി കൊണ്ട് പോകുന്നത് പറഞ്ഞോ അവിടുന്ന് അമൃതയത് ഞങ്ങള് കാറിൽ അവൾക്ക് ഞങ്ങൾ ലാസ്റ്റ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവനായിട്ട് ഒന്നും കൂടെ വെറുതെ കാറിലൊന്നും പോകണം എന്നുള്ളത്. അപ്പൊ അവൻ വിഷു കഴിഞ്ഞ് ഇവിടെ വന്നപ്പം അവന് ഇരിക്കാനൊന്നും വയ്യല്ലോ. അവൾക്ക് ഇരിക്കാം, പക്ഷെ എണീക്കണീലൊക്കെ 2 സൈഡ് നമ്മൾ പൊക്കണം. അപ്പൊ അവന്റെ കൂടെ ഞാൻ എങ്ങനെ വിടും, അവനതൊരു ബുദ്ധിമുട്ട് വരില്ലേ. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്ന് വെറുതെ ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് നമുക്ക് ഇറക്കാൻ. പക്ഷെ ഇറങ്ങാൻ പറ്റില്ല, വഴിയിലൊന്നും നമുക്ക് ഇറങ്ങാനും പോകാനൊന്നും പറ്റില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അഡ്മിറ്റ് ആയപ്പോഴും വാർഡിൽ വെച്ചിട്ടും ഞങ്ങൾ 2 പേര് ഇരിക്കും പറഞ്ഞു, ഏട്ടൻ വന്നിട്ട് ഒന്ന് കാറിൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞത്. എപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് കറങ്ങാലോ പറഞ്ഞു. പക്ഷെ പിന്നെ അതെന്നായില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ആശ്വസിക്കുന്നത് എറണാകുളത്ത് നിന്ന് അമൃതയിൽ നിന്ന് ആംബുലൻസിൽ അവനാണ് കൊണ്ടുവന്നത്. അവനായിരുന്നു അവനും കൂടി ഉണ്ടായിരുന്നതായിരുന്നു. അപ്പം അതായിരിക്കാം ഒരു നിമിത്തം, അതങ്ങനെ ആയിരിക്കാന്ന് ഞങ്ങളെപ്പോഴും ആശ്വസിക്കും. നമ്മൾ ആശ്വസിക്കാൻ ഒരുപാട് വഴികൾ കണ്ടെത്തുകയാണല്ലോ, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ കുറെ വഴികൾ ഞങ്ങളായിട്ട് സൃഷ്ടിക്കുകയാണ് നമുക്ക് ആശ്വസിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചിന്തിക്കും. ആ ഒരു രീതിയിലാണ് ഞങ്ങളങ്ങനെ വിചാരിച്ച് അങ്ങനെ പോകും. ഇന്നും അതെ, എനിക്കെപ്പോഴും തോന്നും, പകല് ഞാൻ വിചാരിക്കും അവള് കോളേജിൽ പോയിട്ടുണ്ട്, ഇപ്പം ഇവരൊക്കെ പോയി ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പം വിചാരിക്കും കോളേജിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും ഓരോ കാര്യങ്ങളും അവൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നും. അവൾ ആ ഒരു സാന്നിധ്യം എപ്പോഴും തോന്നാറുണ്ട്, അടുത്തുണ്ട് തന്നെ തോന്നും എല്ലാ കാര്യത്തിലും. അതായത് ജീവിച്ചിരിക്കുന്നവരെ എപ്പോഴും കൂട്ടത്തിലുള്ള ഒരു സന്തോഷത്തോടെ വെക്കാന്നുള്ള അത് അവര് നമ്മളുടെ കൺമുന്നിൽ നിന്ന് ഇല്ലാണ്ടായ ഒരു കാലത്താണ് ഇപ്പോൾ. ചേച്ചിയുടെ വാക്കുകൾ ഒരുപാട് പേർക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഫൈറ്റ് ചെയ്യുന്ന, മരണം മുഖാമുഖം കണ്ടിട്ട് അതിനോട് ഫൈറ്റ് ചെയ്ത് വീട്ടുകാരെ ഒരേപോലെ ചേർത്ത് നിർത്തി ആ നിന്ന നിപ്പിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇത്രയൊന്നും അവർക്ക് പറയാനോ നിങ്ങൾ ഈ ലെവലിൽ ആവത്തില്ല, നിങ്ങൾ ഡൗൺ ആയേനെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ അവളെ ഓർത്ത് കുറെ കൂടെ കരയരുത്, അവർക്ക് വേണ്ടിയിട്ട് എന്നും ചിരിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇത്രയും ചോദിച്ചു നിങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിച്ചല്ല. അല്ല, ഞങ്ങള് അങ്ങനെ സാധാരണതയൊന്നുമില്ല. നമുക്ക് വീണ്ടും ഇങ്ങനെ ഓർക്കുമ്പോ കൂടെ ഉണ്ട് എങ്ങും പോയിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു ദിവസമെങ്കിലും അവളെ കുറിച്ച് ഓർക്കാത്ത കരയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് അടുക്കള ചെല്ലുമ്പോഴും ഒക്കെ തോന്നും അവൾ അവിടെ ഉണ്ട്. ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പോലും കൂടെ ഉണ്ടെന്ന് തോന്നും. അവൾക്ക് ഭയങ്കര ഇഷ്ടം. എന്തും നമ്മൾ കിച്ചണിൽ കയറി എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം, ഒന്ന് ഇളക്കാരെങ്കിലും ഓടി വരും. അങ്ങനത്തെ ഒരാളാണുള്ളത്, എന്തൊരു കാര്യമാണത്. അപ്പം ആ ഒരു സാന്നിധ്യം എനിക്ക് തോന്നും, അവിടെ ഉണ്ട് ഞാൻ തോന്നും. പക്ഷെ ഞാൻ നമ്മുടെ ഉള്ളിലുള്ളത് എനിക്കറിയാം, തിരിച്ചറിവുണ്ട്, നമ്മൾ കാണാൻ പറ്റില്ലൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ഒരു ശക്തി തന്നെയാണ് നമ്മളെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളില്ല. ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കരഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, കരയാൻ നമുക്ക് അവൾക്ക് അസുഖം ഡയഗ്നോസിസ് ചെയ്ത സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കല്യാണത്തിന് വീട്ടിൽ എന്തെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും. ഇന്നും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതേപോലെ അവിടെ ഇരിക്കുക. അവളുടെ സാധനങ്ങളായാലും ഡ്രസ്സുകളായാലും നമ്മുടേതായാലും എല്ലാം അത് ഇവിടെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഷെൽഫിലൊക്കെ നോക്കുമ്പോൾ ആൾക്ക് അത് ഒരു ഓർമ്മകളായിട്ട് അവിടെ ഇരിക്കുന്നു, ഒന്നും ചെയ്യില്ല, അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ
ആ ഒരു വീട്ടിലെ അത്രയും സന്തോഷത്തിന്റെ ആ ദിവസങ്ങളെ പിന്നെ ഉള്ളൂ. അതിലിടയ്ക്ക് വെച്ചിട്ട് മോൾക്ക് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ, അവിടെ ഞാൻ സത്യത്തിൽ ഞാൻ അവിടെ കരഞ്ഞിട്ടൊരു കാര്യമില്ല. ICU കയറ്റിയോളെ ആ സമയത്ത് നമ്മൾ ഒരുപാട് പേരെ ക്ഷണിച്ച സമയം കല്യാണത്തിന്. ദൂരെയുള്ളവരൊക്കെ ഇതിനു വേണ്ടി ലീവ് എടുത്ത ആൾക്കാർ കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഉത്സവമാക്കിയിട്ട് ജനങ്ങൾ ഈ നാട്ടുകാരൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉള്ള കല്യാണം ഭയങ്കര ഉത്സവമാക്കണം, ഭയങ്കര ആഘോഷം, ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യാം. അതിനിടയ്ക്കാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കിത് മറ്റൊരാളോട് പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥ. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി ഞാൻ അവിടെ തളർന്നൊരു കാര്യമില്ല. ഒരമ്മ എന്ന നിലയിൽ ആർക്കും പറ്റില്ല. ഞങ്ങൾക്ക് പിന്നെ അത് എല്ലാവരോടും പറഞ്ഞ് മുടക്കാൻ പറ്റില്ല. കുറെ ആൾക്കാർ ഓഡിറ്റോറിയത്തിൽ വന്നു പോയി. ചിലവരൊക്കെ ദൂരക്കാര്, ചിലവരറിയാം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ക്ഷണിക്കപ്പെട്ട ആൾക്കാരൊക്കെ ചിലരൊക്കെ വന്ന് മടങ്ങിപ്പോയി. ഓഡിറ്റോറിയത്തിൽ നമ്മൾ ആ സമയത്ത് കരഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ക്യാമറമാനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പാചകക്കാരെ. ഇത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒക്കെ നമ്മളെ ഫോൺ വഴി ഏൽപ്പിക്കുന്നത്. അവളായിട്ടാണ് ബ്യൂട്ടീഷ്യനെ കാര്യം. അവൾ ICU. അവളുടെ ഫോണൊന്ന് ലോക്ക് തുറക്കാൻ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കുറേ പ്രയാസങ്ങളുണ്ടല്ലോ. നമ്മളിത് അറിയിക്കണില്ല അവരുടെ ഇത് വേണ്ടട്ടോ, ഇത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു എന്നെങ്കിലും അവരൊന്ന് ഇൻഫോം ചെയ്യണ്ടേ. ഇപ്പൊ ഈ പാചകക്കാരായാലും ഡെക്കറേഷൻ, ഇവരൊക്കെ എല്ലാ അറേഞ്ച്മെന്റ്സും കറക്റ്റ് ഡേറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻഫോം ചെയ്യണമല്ലോ. ഒരാഴ്ച എന്ന് പറയുമ്പോൾ അധിക ദിവസമില്ലല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ തളർന്നു നിന്നിട്ട് ഒരു കാര്യമില്ല. അന്നാണ് ഞാൻ ചിന്തിച്ചത്, ഇവിടെ പ്രവർത്തിച്ചിട്ട് കാര്യമുള്ളൂ, വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് പകുതി തയ്ച്ചിട്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ തലേ ദിവസം ഓർണമെന്റ്സ് എടുക്കാൻ പോയപ്പോഴാണ് അവളുടെ അളവിനടുത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കണത്. ഓർണമെന്റ്സ് എടുത്ത് പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടില്ല. 65 ദിവസം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നത്. അതിനിടയ്ക്കാണ് ഇതൊക്കെ വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓടിയത് അത് കട്ട് ചെയ്തിട്ട് വെട്ടിയിട്ട് കാര്യമില്ല. ഇവക്കിത് വന്നു, സംഭവം ശരിയാണ്, അസുഖമാണ്. പക്ഷെ അസുഖം ആയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിരുന്നാൽ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വേഗം അവരെ വിളിക്കുന്നു, ഓരോരുത്തരും വിളിച്ച് പറയുന്നു, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പം വേണ്ട കേട്ടോ. ഞാൻ അപ്പോഴും മാരേജ് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വേണ്ട അല്ലെങ്കിൽ ഇല്ല അതൊന്നുമല്ല, പോസ്റ്റ്പോൺ ചെയ്തു എന്ന് മാത്രം പറഞ്ഞൊരു. അപ്പം അവർക്ക് എന്താ കാരണം, ചിലർ പിന്നെ അങ്ങനെ അറിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സമയം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ചിലർ അറിഞ്ഞവർക്കിത് വിശ്വസിക്കാൻ പറ്റാണ്ടായി. ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ പലർക്കും. ഇത് വേറൊരാളോട് പറയാനൊരു ഉറപ്പില്ലാത്തൊരു വാർത്തയാണ്. സത്യമാണോ എന്ന് ചോദിക്കാൻ നമ്മളെ വിളിക്കാൻ ഇവർക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥയായി. അപ്പൊ ചിലരിത് കേട്ട സമയത്ത് കുറേ പേര് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അമൃതയിലെന്ന് പറഞ്ഞാൽ നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്ത് നിൽക്കുമ്പോൾ ഇവരുടെ ഇറങ്ങി ചെല്ലും. സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിന്ന് നാട്ടിലാണെങ്കിലും പറയുമ്പോൾ അങ്ങനെ. പിന്നെ കല്യാണത്തിന് നമുക്ക് ക്ഷണിക്കപ്പെട്ട കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഓരോ ആൾക്കാരും മുഖാന്തരം അറിയിച്ചിട്ട് പിന്നെ അങ്ങനെ ഫ്ലാഷായിട്ട് കുറേ ആൾക്കാർ അങ്ങനെ. പക്ഷേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരെ നമ്മൾ ഫോണിലൂടെ ക്ഷണിച്ചവർ ഞങ്ങൾ എല്ലതും നമുക്ക് തിരുത്താൻ പറ്റിയില്ലല്ലോ. അങ്ങനെ കുറച്ച് പേര് വന്നു. പിന്നെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു അസുഖം കൊണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ ഇതാണ് റീസൺ എന്നുള്ളത്. പിന്നെ അവള് അസുഖം കൂടി പിന്നെ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം വന്നപ്പോൾ പിന്നെ അവള് എല്ലാവരും ഇത് അവളുടെ അസുഖവും അവളെ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോഴേക്ക് റാങ്ക്, അതാണ് അവളുടെ എല്ലാം കൊണ്ടുണ്ടായ ഒരു ലേബൽ അതിലുണ്ടായത്. റാങ്ക് പോയിട്ട് ഞാനാണ് അത് അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് ഇവരാണ് പോയത്. കോളേജിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇത്, കാരണം അവള് ചെന്നിട്ട് അവാർഡ് വാങ്ങിക്കേണ്ടത്. അപ്പൊ ഞാൻ അന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടോ, അന്ന് അവൾക്ക് ഭയങ്കര വിഷമം. ഞാൻ കീമോ വാർഡിലാണ്, LFന്റെ അവാർഡ്. അപ്പം ഭയങ്കര വിഷമം അച്ഛൻ. അപ്പോഴും ഞാനും അവള് കുറേ സമയം മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ അച്ഛന് ഭാഗ്യം ഉണ്ടായില്ലേ, അവാർഡ് പോയി വാങ്ങാൻ സ്റ്റേജിലൊക്കെ കയറാൻ പറഞ്ഞു. അപ്പോൾ ശരി. എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ അവളും ഇന്ന് വരെ ആദ്യമായിട്ടാണ് ഒരു ട്രോഫി നമുക്ക് സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു റാങ്ക് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അപ്രിസിയേഷൻ ആണല്ലോ. റാങ്ക് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനൗൺസ്മെന്റ് ഭയങ്കര പരിപാടിയായിട്ടാണ് LF ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അച്ഛൻ കയറി അവാർഡ് വാങ്ങി അവിടെ ഉള്ളവർ മുഴുവൻ തരിച്ചിരുന്നു. അത് കണ്ടിട്ടുണ്ട്. അത്രയും ആദരവ് അനഘയ്ക്ക് വരുന്നത്. ക്യാൻസർ ഫൈറ്ററുടെ അച്ഛനാണ് ഏറ്റുവാങ്ങുന്നത് പറയുമ്പോൾ അവിടെ കൂടിയവരൊക്കെ എണീറ്റ് നിന്ന്. അന്ന് പിന്നെ അവൾക്ക് അപ്പോഴും അവള് ആശ്വസിച്ചത് അതിലാ അച്ഛന്. അവള് അവിടെ തളർന്നില്ല. അവള് ശരിക്കും സാധാരണ ഒരു പെൺകുട്ടികൾ കരഞ്ഞിരിക്കേണ്ട, എനിക്ക് വാങ്ങാൻ പറ്റിയില്ലല്ലോ, എനിക്കൊരു ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവള് പറഞ്ഞത്, എൻ്റെ അച്ഛന് പോവാൻ പറ്റിയല്ലോ, അച്ഛന് ഞാൻ കാരണം അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. അതാണ് അവള് പറയുക. അല്ലാണ്ട് അവള് എവിടെയും തളർന്നിരിക്കില്ല. നല്ലൊരു ഡേറ്റ് കണ്ടെത്തിയിട്ട് ഞാൻ അടുത്ത കല്യാണം തീരുമാനിക്കണം. ആ ഡേറ്റ് നന്നല്ല എന്നിപ്പോ മനസ്സിലായി. അതൊരു കാരണം. അതൊക്കെ അവിടെ പറയാ കൺവേർട്ട് ചെയ്ത് വിട്ടല്ലേ. അല്ലാണ്ട് ഇങ്ങനെ ആയി അങ്ങനെ ആയി എന്നല്ല. November 5 എന്നുള്ള ഡേറ്റിന് കല്യാണം. November 5 നന്നല്ല, അതൊക്കെ മനസ്സിലായി. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഡേറ്റ് നന്നല്ല, അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വരില്ലല്ലോ. അപ്പൊ ഇനി വേറൊരു ദിവസം പ്ലാൻ ചെയ്തിട്ട് November മാസം വേണ്ടേ. എല്ലാ ചടങ്ങുകൾക്കും വന്നിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ചടങ്ങ് ചെയ്യുന്ന സ്ഥലമുണ്ട്, ഷൊർണ്ണൂർ, പാലക്കാടില്ലേ.
അന്ന് ഇതിൻ്റെ കൂടെ അവൻ പോന്നു, ബോഡിയുടെ കൂടെ പോന്നു. പിന്നെ 11-ാമത്തെ ദിവസം വന്നു. 11-ാമത്തെ ദിവസം ചടങ്ങാണ്. ഞങ്ങളൊക്കെ പോയിരുന്നു. പിന്നെ അത് പുഴയിൽ ഒഴുക്കണ ഇതുണ്ട്, അസ്ഥി, അതുപോലെ ഒഴുക്കിയത് അന്നാവും വന്നിരുന്നു. അനഘയ്ക്ക് എപ്പോഴും നിങ്ങൾ ചിരിക്കുന്ന ഇഷ്ടം. എന്നെ ഇപ്പൊ വഴക്ക് പറയും ഞാൻ വന്ന് കരയിച്ചെന്ന് പറഞ്ഞു. എന്നാലും അനഘേനെ കേൾക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ചേച്ചി. ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കേ. അനഘയ്ക്ക് തൊട്ടടുത്തുണ്ട്, ഇപ്പൊ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട് അനഘ. അപ്പൊ നിങ്ങൾ കരഞ്ഞ എനിക്കും കൂടെ വിഷമാവും. പിന്നെ അനഘയുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് എന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ലേ, ഞാൻ അവിടെ എല്ലായിടത്തും വേണം കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ എവിടെ ഇരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ അവളെ മുഖം ഉണ്ടായിരിക്കും. എവിടെ എന്നെ അവളെ കാണാൻ പറ്റും. കിച്ചണിൽ വരെ ഞാൻ വെച്ചിട്ടുണ്ട്, ഷെൽഫിൽ കൂടി അവളെ ഫോട്ടോ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ നമ്മളെ എവിടെ നോക്കിയാലും ചുറ്റിലുണ്ട്. അത് അവൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അവൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ അത് ഏത് സമയത്തും എപ്പോഴും കയ്യിൽ ഫോൺ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മള് ഫോൺ വന്ന സമയം മുതൽ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കല് അത് ഭയങ്കര ഇതാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഇറങ്ങിയ മുതലുള്ളൊരു ശീലമാണത്. എപ്പോഴും ഒരു സെൽഫി ഇല്ലെങ്കിൽ എവിടെ എന്ത് പോകണമെങ്കിലും ഫോട്ടോ എടുക്കും. അത് കാരണം ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ചിലപ്പം ഇങ്ങനെയൊക്കെ ഒരു നിമിത്തങ്ങളായിരിക്കും. ശരിക്കും ഒരു ക്യാൻസർ സർവൈവറും പ്ലസ് ഒരു ഫൈറ്ററുമാണ്. അത് സർവൈവ് ചെയ്തത് നിങ്ങളെയാണ് അവർ സർവൈവ് ചെയ്തത്, ഫൈറ്റ് ചെയ്തത് അവളും. ശരി ചേച്ചി, താങ്ക്സ്.